ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب يا حق يا رحمن يا أحد يا فرد يا من هو الموصوف بالكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ റമദാനു ശരീഫിലെ 27-ാം രാവും കഴിഞ്ഞ് ഏതാനും ചുരുങ്ങിയ സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഏതൊരു കാര്യത്തിന്റെയും അവസാനം നന്നാവുക, അതിനാണ് പ്രാധാന്യം. 27-ാം രാവ് കഴിഞ്ഞു, അതോടുകൂടെ നോമ്പിന്റെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പല ആളുകളും ധരിക്കുകയും ഇനിയുള്ള ദിവസങ്ങൾ പെരുന്നാളിന്റെ ശ്രദ്ധയിൽ മാത്രമായി അങ്ങനെ ഒരു രീതി പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ തറാവീഹോ അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളോ കാര്യങ്ങളോ അതൊന്നുമില്ല. ഇനി പെരുന്നാൾ എത്താനുള്ള ഒരു ആവേശം. സത്യത്തിൽ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ അറിയാതെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മകൾ ഏതൊരു കാര്യത്തിന്റെയും അവസാനത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന പറപ്പൂര് ഉസ്താദ് അവറുകൾ ഇൻഷാ അല്ലാഹ് ഏറെക്കുറെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് മഹാനവറുകൾ എത്തിച്ചേരും. മഹാനുഭാവന്റെ നേതൃത്വത്തിലുള്ള ദുആ, അതാണ് ഇന്ന് വളരെ പ്രധാനമായി നാം ആഗ്രഹിക്കുന്നത്, കാത്തിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ വളരെ ഉന്നതമായ ഒരു അവസരമാണ് അത്തരത്തിലുള്ള മഹത്തുക്കളുമായിട്ടുള്ള സമ്പർക്കം. അവരെ വീട്ടിൽ ചെന്ന് കാണുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതിനേക്കാൾ ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ അവരുടെ ദുആക്ക് ആമീൻ പറയുക എന്നത് പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിഅമത്താണ്. ധാരാളം ആളുകൾ ഇന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി 2000 രൂപ, മറ്റൊരു സഹോദരൻ 2000 രൂപ. മകൻ ഗൾഫിലേക്ക് പോകുന്നു, യാത്രയൊക്കെ റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ 500 രൂപ. അതേപോലെ പള്ളിപ്പണിയിലേക്ക് ഇന്നലെ 2 സഹോദരന്മാര് 5000 വീതം ജ്യേഷ്ഠാനുജന്മാര് അവർ സംഭാവന ചെയ്ത് പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ 2000 രൂപ സംഭാവന ചെയ്ത് പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സദഖകളും പൊരുത്തപ്പെട്ടൊരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ പള്ളിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ പിതാവ്
അസുഖത്തിലാണ്. പ്രത്യേകം ഷിഫാക്ക് വേണ്ടി ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കേൾപ്പിച്ച ഓരോരുത്തരെയും നമ്മളൊക്കെ ദുആയിലൊക്കെ ഓർക്കുകയും ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് കഴിവിന്റെ പരമാവധി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനെ കൊണ്ട് നമുക്ക് ഇന്നത്തെ വളരെ ശ്രേഷ്ഠമായ ദിവസം ദുആ ചെയ്യിപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരമുണ്ടാകും. നമ്മൾ ഇത്രയും ദിവസം 27-ാം രാവ് വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മളൊക്കെ വളരെ ക്ഷമിച്ചും സഹിച്ചും ഇപ്പോളിൽ വളരെ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്നും നോമ്പെടുത്തും നിസ്കരിച്ചുമൊക്കെ കഴിഞ്ഞുകൂടി ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല ഒരു ശക്തമായ പരിശീലനം ഇത്രയും ദിവസങ്ങൾ നമ്മൾ നടത്തിയത് അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സോടെ നല്ല ഒരു അവസരത്തിൽ ശാരീരികമായി ഒരുപക്ഷെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകുമെങ്കിലും അള്ളാഹു മാനസികമായി നമുക്ക് നൽകിയ ഒരു പരമപരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധിയോടുകൂടെ റബ്ബിലേക്ക് കൈയുയർത്തുമ്പോൾ, പ്രത്യേകിച്ച് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് വലിയ ബറക്കത്തും ഖബൂലിയത്തും ഉണ്ടാകും. പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുമായിട്ടുള്ള സമ്പർക്കം എന്നതാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാർ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധവും സമ്പർക്കവും അതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലോകത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. സ്വാലിഹീങ്ങളുമായി ബന്ധമില്ലാതെ ഒരു മുഅ്മിനിന് ഒരിക്കലും വിജയിക്കാനായി സാധ്യമല്ല. ഈ അടുത്ത കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ള ബഹുമാനവും ബന്ധങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ പല ആളുകളും ശ്രമങ്ങൾ നടത്തിയത്. എന്ത് സ്വാലിഹീങ്ങൾ, എന്ത് ഔലിയാക്കൾ, എല്ലാവരും ഒരുപോലെയാണ്, നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്ന ഒരു ചിന്ത സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പല ആളുകളും വളരെ ദുഷ്ടലാക്കോടുകൂടെ ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. മഹാന്മാരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, അവരെ മുന്നിൽ നിർത്തുക എന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇമാമ നിൽക്കുമ്പോൾ അത് അയാൾക്കെന്താ എന്നെക്കാൾ പ്രത്യേകിച്ച് എന്ന് ചിന്തിച്ചുകൊണ്ട് ചാടിപ്പടഞ്ഞ് കയറി പലപ്പോഴും ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതൊരു കിബർ തോന്നി പറയല്ല. പല നാടന്മാരായ ആളുകൾ ഏതെങ്കിലും പള്ളിയിൽ, യാത്രക്കടയിലൊക്കെ നമ്മൾ കയറിപ്പോകുമ്പോൾ അത് നമ്മളല്ല, പ്രായമുള്ള ഉസ്താദുമാര് കൂടെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ പോലും നമ്മൾ ചെറുപ്പക്കാരാണ് എന്ന് ചിന്തിക്കാം. നല്ല പ്രായവും ഇരുത്തവും വന്ന പണ്ഡിതന്മാർ വുളൂ ചെയ്ത് കയറുന്നത് ഇവർ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് മുമ്പ് വേഗത്തിൽ സ്പീഡാക്കി ഒതുണ്ടാക്കി പെട്ടെന്ന് പോയി ഒരാളെയും കൂട്ടി ഓനൊരു ജമാഅത്താണ് തുടങ്ങി. അവന്റെ മനസ്സിൽ അപ്പോഴേ ഓന്റെ മുറാദ് അതാണ്, ഞാൻ ഇമാമ് നിന്ന് മൊയ്ലരിന്റെ പിന്നിൽ തുടരട്ടെ എന്നാണ്. എന്തേ എനിക്ക് ഇമാമ് നിന്നൂടെ എന്ന ചോദ്യം. വലിയ ആളുകൾക്കൊന്നും പ്രത്യേകതയൊന്നുമില്ല, അവരെ ബഹുമാനിക്കണ്ട, ആദരിക്കണ്ട എന്ന ഒരു രീതി ബിദ്അത്തുകാര് സമൂഹത്തിൽ വളർത്തി. ഇമാമത്ത് നിന്നൂടെ എന്ന് ചോദിച്ചാൽ ഖുർആൻ ഓതാൻ അറിയുന്നവനും ഫാത്തിഹ ഓതാൻ അറിയുന്നവനൊക്കെ ഇമാമത്ത് നിൽക്കാം എന്നൊക്കെ ശരിയാണ്. പക്ഷെ അതിനും ഒരു മാനദണ്ഡം ദീൻ പഠിപ്പിച്ചിട്ടില്ലേ? മഹാന്മാരായ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ മുന്നിൽ നിർത്താൻ ഏത് കാര്യത്തിലും, അത് ഏതേത് വിഷയത്തിലും അവരെ മുന്നിൽ നിർത്താൻ അത് ദീൻ പഠിപ്പിച്ച ഒരു അദബാണ്. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കണം, ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കണം. അതാണ് ദീനിന്റെ ഏറ്റവും മുഖ്യമായ ഒരു അടിത്തറ. നമ്മളെപ്പോഴും എത്രയോ ചിന്തിക്കുകയും ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയമാണ്. ഒരുപാട് ഇബാദത്തിന്റെയോ ഇൽമിന്റെയോ കുറവല്ലല്ലോ, ആദരവിന്റെയും ബഹുമാനത്തിന്റെയും കുറവല്ലേ ലോകത്തെ ഏറ്റവും വലിയ പരാജയം ഇബ്ലീസിന് സംഭവിക്കാൻ ലഅനത്തുല്ലാഹി അലൈഹി അതിന് കാരണം? അപ്പോൾ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സത്യത്തിൽ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച വിശുദ്ധമായ ചില രീതികൾ,
ആ രീതികളെ പഴഞ്ചനായി കാണുന്ന ഒരു രീതി അത് ഇപ്പോൾ തുടങ്ങിയതല്ല, അത് നേരത്തെ തന്നെ സമൂഹത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു താബീങ്ങളിൽ പ്രമുഖനും 300-ലധികം വരുന്ന സഹാബിമാരിൽ നിന്ന് പരിശുദ്ധമായ ദീൻ പഠിച്ചവരുമാണ് സയ്യിദു താബീൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. 300-ലധികം വരുന്ന സഹാബിമാരായ ഗുരുവര്യന്മാർ, ഉസ്താദുമാർ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങൾക്കുണ്ടായിരുന്നു. മഹാനവറുകൾ മുഅ്തസിലികളെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടെയാണ് മുന്നറിയിപ്പ് പറഞ്ഞത്, അഭിപ്രായങ്ങൾ പറഞ്ഞത്. സത്യത്തിൽ അന്നത്തെ അങ്ങനെയുള്ള അഭിപ്രായാന്തരങ്ങൾക്ക്, വിഘടന ചിന്തകൾക്ക് ആ കാലഘട്ടത്തിൽ തന്നെ കാരണമായി വളരെ പ്രധാനമായ സംഭവിച്ചത് ഇസ്ലാമികമായ സാമ്രാജ്യം വളരെ വളർന്നു വലുതായി. ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് വികസിക്കുമ്പോ റോമിന്റെയും പേർഷ്യയുടെയും അധീനതയിലുള്ള കേന്ദ്രങ്ങളൊക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമ്പോ റോമിലേക്കും പേർഷ്യയിലേക്കും ഒക്കെ ഇസ്ലാമികമായ ആ പണ്ഡിതന്മാരുടെ, താബീങ്ങളുടെ ഒക്കെ ആ വളർച്ച യാത്രകൾ അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോമൻ ഫിലോസഫിയും അതേപോലെ ലോകത്ത് അന്ന് നിലനിന്നിരുന്ന പലതരത്തിലുള്ള വിജ്ഞാനങ്ങൾ അത് മുസ്ലിം പണ്ഡിതന്മാർക്ക് വളരെ കൗതുകം തോന്നി. അതങ്ങനെയാണ്. ഇത് പണ്ഡിതന്മാർക്കും ജനങ്ങൾക്കും അതിൽ ഒരു കൗതുകം ഉണ്ടാവും അല്ലേ? ഇപ്പൊ 4 ഇംഗ്ലീഷ് സംസാരിച്ച് വഴല് പറഞ്ഞാൽ അതിനൊരു കൗതുകമാണ്, അതൊരു രസാണ്. 4 ഉറുദുവിലെ പാട്ട് പാടിയൊരു വഴല് പറഞ്ഞാൽ അതൊരു രസാണ്. നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത കുറെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്, അതൊരു രസാണ്, അതൊരു കൗതുകം ജനങ്ങൾക്കുണ്ടാകും, കേൾക്കുന്നവർക്കും ഉണ്ടാകും, പറയുന്നവർക്കും ഉണ്ടാകും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹാബത്തിന്റെ ഒക്കെ രീതി, അവരുടെ ഗവേഷണങ്ങൾ, അവരുടെ ചർച്ചകൾ ദീനീ കാര്യങ്ങളിലായിരുന്നു, ദീനീ വിഷയങ്ങളിലായിരുന്നു അവരുടെ ചർച്ചകൾ, അവരുടെ ഗവേഷണങ്ങൾ. പരിശുദ്ധമായ ഖുർആനും മുത്തുനബിയുടെ ഹദീസുകളും വിജ്ഞാനങ്ങളും വിശ്വാസവും കർമ്മങ്ങളും അതിനെ ചിട്ടപ്പെടുത്തുന്ന ചർച്ചകൾ. ആ ചർച്ചകൾക്കിടയിലാണ് അപ്പോ ഇങ്ങനെ റോമൻ ഫിലോസഫിയും അതേപോലെയുള്ള പല തത്വശാസ്ത്രങ്ങളും പുതിയ പുതിയ വിജ്ഞാനങ്ങളും ശാസ്ത്രീയമായ വിവരങ്ങളുമൊക്കെ പല ആളുകൾക്ക് കിട്ടിത്തുടങ്ങിയപ്പോ അവർക്ക് വലിയൊരു കൗതുകം പല ആളുകൾക്കും അനുഭവപ്പെട്ടു. അന്ന് സംഭവിച്ചു പോയത് അതാണ്. എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ചില വിജ്ഞാനങ്ങൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഭൗതികമായ വിജ്ഞാനങ്ങൾ, ഗോളശാസ്ത്രത്തെക്കുറിച്ച്, അതേപോലെ സസ്യശാസ്ത്രത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച്, ബയോളജിയെക്കുറിച്ച്, കെമിസ്ട്രിയെക്കുറിച്ച്, അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിത്തുടങ്ങിയപ്പോൾ ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെ, ഖുർആനികമായ തത്വങ്ങളെ, മുത്തുനബിയുടെ ഹദീസുകളെ ഭൗതിക വിദ്യാഭ്യാസവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചർച്ചകൾ വന്നു. ആ ചർച്ചകൾ അവരെ സത്യത്തിൽ നയിച്ചത് യുക്തിവാദത്തിലേക്കാണ്. ബുദ്ധിപരമായി കാര്യങ്ങളെ വിലയിരുത്തുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളിലേക്ക്. ആ കാലഘട്ടത്തിൽ ദൈവശാസ്ത്രങ്ങൾ നിലനിന്നിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചകളും പലപ്പോഴും അങ്ങനെയുള്ള തത്വശാസ്ത്രകാരന്മാരുടെ ചിന്തകളിലൂടെ മുഅ്മിനീങ്ങളുടെ ഈമാൻ അതിനെ തകർക്കാൻ കാരണമായി. ഖദറിലുള്ള വിശ്വാസം, എല്ലാ ഖൈറും ശർറും മിനല്ലാഹി തആല, ഖദറിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊക്കെ ഇങ്ങനെയുള്ള അറിവുകൾ, വിജ്ഞാനങ്ങൾ മുഅ്മിനീങ്ങളുടെ ബുദ്ധികളിൽ, അവരുടെ ചിന്തകളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. പുതിയ പുതിയ കക്ഷികളുണ്ടായി, പുതിയ പുതിയ സിദ്ധാന്തക്കാരുണ്ടായി. മറ്റൊരു ഭാഗത്ത്
മറ്റൊരു ഭാഗത്ത് ചില ആളുകൾ അതിനൊക്കെ ഭൗതികം തീരെയില്ലാതെ സൂഫിസത്തിൽ അധികമായി പോയ ചില ആളുകൾ അവരും അപകടകാരികളായി ആ കാലഘട്ടത്തിൽ മാറി. അവർക്ക് പിന്നെ ഒന്നുമില്ല, ഭൗതികമല്ല, ഫിലോസഫി ഇല്ല, തത്വശാസ്ത്രമല്ല, ഒന്നുമില്ല. അവര് സൂഫിസം കൂടുതൽ തലക്ക് കയറി. അവർക്കും ചില വിശ്വാസങ്ങളിലും പ്രവർത്തനങ്ങളിലും അബദ്ധങ്ങളും അപജയങ്ങളും സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവരുടെ ഓരോരുത്തരുടെ നിലപാടുകൾക്കനുസരിച്ചുള്ള ചില ആവശ്യങ്ങൾ, പരിമിതികൾ, അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം എല്ലാവരും പഠിക്കേണ്ടതല്ല. ഇപ്പൊ ഇന്നും അന്നുണ്ടായ ആ അപജയത്തിന്റെ, സൂഫിസം അമിതമായി പോയതിന്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില ത്വരീഖത്തുകളിൽ ചേക്കേറിയ സാധാരണക്കാരായ ആളുകൾ പോലും അവര് വണ്ണം വെച്ച് അവർ ചിന്തിക്കുന്നത് അവരെന്നെ വലിയ ശൈഖുമാരായിട്ടാണ്. അവരുടെ ചില വർത്തമാനങ്ങൾ, കൗതുകമുള്ള ചില വർത്തമാനങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ അവരുടെ ശൈഖുമാര് പറഞ്ഞുകൊടുത്തത് അവരും പറയുകയാണ്. അതൊക്കെ പലപ്പോഴും വളരെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇന്നി ലഅക്തുമു മിൻ ഇൽമി ജവാഹിറഹു കൈലാ തമുറ ബിദി ജഹ്ലിൻ ഫയഫ്തതിന ലഖദ് തഖദ്ദമ മിൻ ഖബ്ലി അബൂ ഹസനിൻ ഇലൽ ഹുസൈനി വഔസാ ബഅദഹുൽ ഹസനാ. എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച, ഖുർആൻ പഠിച്ച, ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അഗ്രഗണ്യനായ മഹാനായ ആലിമുൽ ആലം, ലോക പണ്ഡിതനായി ഇങ്ങനെ ഒരാൾ വരുമെന്ന് മുത്തുനബി നേരത്തെ മുന്നറിയിപ്പ് നൽകിയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാന് ഇന്നി ലഅക്തുമു മിൻ ഇൽമി ജവാഹിറഹു, എന്റെ ഇൽമിലെ ചില ജൗഹറുകളെ ഞാൻ ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയില്ല. വിജ്ഞാനത്തിലെ ചില മുത്തുകളാണ്, രത്നങ്ങളാണ്, ജവാഹിറുകളാണ്. കേവലം ചില അറിവുകളല്ല. ഞാൻ പഠിച്ച അറിവുകളിൽ, ഞാൻ പഠിച്ച ഇൽമുകളിൽ അതിലെ രത്നങ്ങളും മുത്തുകളുമായ ചില ജൗഹറുകളെ ഞാനത് പുറമെ പറയാതെ ഞാനത് ഒളിപ്പിച്ചു വെച്ചു, അത് മൂടി വെച്ചു. കാരണം അത് പുറത്തു വിട്ടാൽ, അത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഫിത്നയിലായി പോകും. സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയൂല. അവരറിയേണ്ട അറിവ് പഠിച്ചാൽ മതി, അവർ പഠിക്കേണ്ടത് പഠിച്ചാൽ മതി. പഠിച്ചത് മുഴുവൻ പുറത്തുവിട്ടാൽ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല, അവര് കൺഫ്യൂഷനാവും. ചില ആളുകൾക്ക് താങ്ങാൻ കഴിയൂല, അപ്പൊ അവർക്ക് മാനസിക രോഗം പിടിപെടും. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഉള്ള ഈമാനും പോയി സംശയങ്ങൾ കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം അത് ഞാൻ മാത്രം എന്റെ സ്വയം തീരുമാനമല്ല. ലഖദ് തഖദ്ദമ മിൻ ഖബ്ലി അബൂ ഹസൻ, മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരുപാട് രഹസ്യത്തിന്റെ വിജ്ഞാനങ്ങൾ നേടിയ ആളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പട്ടണമാണ് മുത്തുനബി എങ്കിൽ അതിലേക്കുള്ള സുപ്രധാനമായ ഒരു കവാടമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഒറ്റ കവാടമേ ഉള്ളൂ, അങ്ങനെയും ചിന്തിക്കണ്ട അല്ലേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊരു കവാടമാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു കവാടമാണ്, അലിയാന് തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു അല്ലേ? അവരുടെയൊക്കെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്ത്, കേവലം ഒരു പഠിച്ച വിജ്ഞാനമല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാളാണ് ഇബ്നുൽ മുൽജിം. അലിയാര് തങ്ങളെ കൊന്നയാളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പട്ടാളത്തിൽ ചേരാൻ വന്ന ഇബ്നു മുൽജിമിനോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്നി ലഅറാക അന്നക ഖാതിലി, നീയാണ് എന്നെ കൊല്ല എന്ന് നിന്റെ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നീയാണ് എന്നെ നീയാണ് എന്നെ കൊല്ലുക എന്ന് നിന്റെ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നീ പട്ടാളത്തിൽ ചേർന്നോ? കാരണം എന്നെ നീയാണ് കൊല്ലണം എന്നതും ഞാൻ അങ്ങനെയാണ് മരിക്കുക എന്നും റബ്ബിന്റെ ഖളാ ആണ്, തീരുമാനാണ്. അതിന്റെ പേരിൽ ഞാൻ നിന്നെ ഒഴിവാക്കിയത് നടക്കാതിരിക്കൂല. നീയാണ് എന്നെ കൊല്ല എന്ന് എനിക്കറിയാം. എന്നാ അതിന്റെ പേരിൽ ഞാൻ എന്നെ പട്ടാളത്തിൽ ചേർക്കൂല, അന്നപ്പ തന്നെ ഞാനെന്നെ കൊന്നുകളെ. എന്നാ പിന്നെ ജിന്നെ കൊല്ലൂലല്ലോ. ഖലീഫയാണ്, ഭരണാധികാരിയാണ്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കാം, എന്നെ കൊല്ലുന്നവൻ ഇവനാണെങ്കിൽ എന്ന് ഞാൻ ആദ്യം അവനെ കൊന്നാൽ എനിക്കന്ന് രക്ഷപ്പെടാലോ. മഹാനവറുകൾ പറഞ്ഞു, നീയാണ് എന്നെ കൊല്ല എന്ന് എനിക്കറിയാം, കാരണം നിന്റെ മുഖത്ത് നിന്ന് ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് അങ്ങനെ തന്നെ നടക്കണം. പട്ടാളത്തിൽ ചേർന്നോ എന്ന് പറഞ്ഞു. ആര്? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു കൊടുത്ത വിജ്ഞാനം. അപ്പൊ ആ വിജ്ഞാനം എന്താണ്? ഒരാളുടെ മുഖത്ത് നോക്കി വരാൻ പോകുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആ അറിവ് കിതാബ് നോക്കി വായിച്ചു കിട്ടുന്ന അറിവല്ല. അത് അസ്റാറുകളുടെ രഹസ്യങ്ങളാണ്. അങ്ങനെ അറിഞ്ഞത് പഠിച്ചത് മുഴുവനും അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ലഖദ് തഖദ്ദമ മിൻ ഖബ്ലി അബൂ ഹസൻ, അബുൽ ഹസൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അത് മക്കളോടും പറഞ്ഞു. ഇലൽ ഹുസൈൻ ഔസാ ബഅദഹുൽ ഹസന, മക്കളോടും അത് വസിയത്ത് ചെയ്തു. മക്കൾക്ക് ഒരുപാട് വിജ്ഞാനം അലിയാർ തങ്ങൾ കൊടുത്തു. പക്ഷെ ആ വിജ്ഞാനങ്ങളും അതും ഒളിപ്പിച്ചു വെക്കാൻ അവരോട് വസിയത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ ചില വിജ്ഞാനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് മറച്ചു വെച്ചിട്ടുണ്ട്. ചില വിജ്ഞാനങ്ങൾ മറച്ചു വെക്കപ്പെടേണ്ടതുണ്ട്. എല്ലാ വിജ്ഞാനങ്ങളും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പഴയ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാത്ത പല വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരികയാണ്. പഴയ കാലത്ത് ചർച്ച ചെയ്യേണ്ടാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. എന്തേ അതിന് കാരണം? ഇന്ന് ഏതൊരാൾക്കും, ഏത് ചെറുപ്പക്കാരനും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ഖുർആനിലുണ്ടോ, അത് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ എന്ന ചോദ്യമാണ്. പഴയ കാലത്ത് അങ്ങനെ ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. അല്ലേ? പേജ് നമ്പർ എവിടെ, ഏത് കിതാബില്, ഒരു സംശയവും ചോദ്യവും ആർക്കും ഉണ്ടായിരുന്നില്ല. അത് വിശ്വാസകാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. മഹാന്മാരായ മുൻഗാമികൾ നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ മഹാന്മാരായ മഖ്ദൂമുമാർ എത്ര കാലം, ഏത് കാലം വരെ? ഈ അടുത്ത കാലം വരെ, ഹിജ്റ 800 മുതൽ മഖ്ദൂമി പാരമ്പര്യം തുടങ്ങി ഹിജ്റ 14 നൂറ്റാണ്ട് അല്ലേ, ഈ അടുത്ത കാലം വരെ, ഏറെക്കുറെ ഒരു 100 കൊല്ലം മുമ്പ് വരെ, 100 കൊല്ലം തികഞ്ഞിട്ടില്ല, 100 കൊല്ലം, ഒരു 90, 95 കൊല്ലത്തോളം അതുവരെ എന്ന് പറയും. 100 കൊല്ലം, അതുവരെ മഖ്ദൂമി പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നത്. ഒരു കാര്യത്തിലും, വിശ്വാസകാര്യത്തിൽ, കർമ്മകാര്യങ്ങളിൽ കേരളത്തിലെ മുഅ്മിനീങ്ങൾക്ക് യാതൊരു തർക്കവും ചോദ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് തർക്കങ്ങളായി, ചോദ്യങ്ങളായി, സംശയങ്ങളായി. അല്ലേ? ഒരു സംശയവും ഒരു തർക്കം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ സംശയങ്ങളും തർക്കങ്ങളും മുഅ്മിനീങ്ങൾക്കിടയിൽ ചില ആളുകൾ കൊണ്ടുവന്ന് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് പിന്നെ മുമ്പ് ചർച്ച ചെയ്യേണ്ടാതിരുന്ന ചില വിഷയങ്ങളൊക്കെ ഇവര് ചില കാര്യങ്ങൾ സംശയത്തിലേക്കാക്കിയാൽ പിന്നെ ആ സംശയം തീർക്കാൻ ചില ചർച്ചകൾ കൊണ്ടുവരേണ്ടി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, വേണ്ട അല്ലാഹുവിനെ കുറിച്ച്, രാജാതിരാജനായ റബ്ബിനെ കുറിച്ച്, ഇപ്പോഴും ആ റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വിശ്വാസങ്ങളെ കുറിച്ച്, അല്ലേ, അത് എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്നറിയാത്തവർ, അത് പഠിപ്പിക്കാത്തവർ, എങ്ങനെയാണ് രാജാതിരാജനായ റബ്ബിനെ വിശ്വസിക്കേണ്ടത് എന്ന് അറിയാത്തവർ, അത് പഠിപ്പിക്കാത്തവർ, അത് ഒരു പരിധി, എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്, അതിനൊരു പരിധി പരിശുദ്ധമായ ദീൻ നിശ്ചയിച്ചു. വിശ്വാസശാസ്ത്രം, അഖീദ പഠിപ്പിച്ച നമ്മുടെ മുൻഗാമികൾ
നമ്മളൊക്കെ മദ്രസയിൽ ഓത്തുപള്ളികളിൽ നേരത്തെ പഠിച്ചു. അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോ എങ്ങനെ റബ്ബിന്റെ സിഫത്തുകൾ, വാജിബായ സിഫത്തുകൾ, മുസ്തഹിലായ സിഫത്തുകൾ, അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കി. അല്ലാതെ അള്ളാഹുവിന്റെ ദാത്ത് മനസ്സിലാക്കുകയല്ല, അള്ളാഹുവിന്റെ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയല്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഖുർആനിലെ ആയത്തുകൾ പോലും ഇവർക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നു. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ്, അല്ലാഹു അർശിന്റെ മുകളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലൽ അർശി ഇസ്തവാ. അപ്പൊ അർശിന്റെ മുകളിൽ അള്ളാഹ് ഇരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ് ആ ഇരുത്തം? ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇരിക്കും പോലെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ പടച്ചോൻ എന്ത് വേണ്ടേ? ഇരിക്കണമെങ്കിൽ കാല് വേണ്ടേ, ചന്തി വേണ്ടേ? സിംഹാസനം അങ്ങനെ പിടിക്കണമെങ്കിൽ അപ്പൊ കയ്യ് വേണ്ടേ? അള്ളാഹു കാണണമെങ്കിൽ കണ്ണ് വേണ്ടേ, കേൾക്കണമെങ്കിൽ കാത് വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും ആലോചനകളും ഒക്കെ വന്നു. അതിനൊക്കെ കാരണം റബ്ബ്, അള്ളാഹു എന്ന് പറഞ്ഞ പടച്ച റബ്ബിന്റെ ഒന്നും ഒരു സൃഷ്ടിയെ പോലെയുമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തില് ചില ആളുകളൊക്കെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു, ആ ഉദാഹരണം പോലും അള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റൂല എന്ന്. അള്ളാഹു എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. അതിപ്പോ എങ്ങനെ ഉണ്ടാവുക? അല്ലേ? മനസ്സിലായില്ല? ശ്രദ്ധിക്കുക. അള്ളാഹു എവിടെയെന്ന് വെച്ചാൽ അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എങ്ങനെ ഒരാളെങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടാവുക? നമ്മളിപ്പോ എവിടെ ഇപ്പൊ കൊപ്പം പള്ളിയിലാണ്, എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാൽ? വീട്ടിലുണ്ട്, ഗൾഫിലുണ്ട്, പട്ടാമ്പിയിലുണ്ട്, ചെറുപ്പശ്ശേരിയിലുണ്ട് ഒരാൾ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണെങ്കിലും എന്താണെങ്കിലും ഇനി എന്തൊക്കെയാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവുക എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഉദാഹരണം പറഞ്ഞു കൊടുത്തു വിശ്വസിക്കാൻ വേണ്ടി. പാലിൽ വെണ്ണ എവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നോക്കിയാൽ കാണോ? പാലുണ്ട്, പാലില് വെണ്ണല്ലേ? ഉണ്ട്. അതെവിടെ? നോക്കിയാൽ കാണും, എല്ലായിടത്തും ഉണ്ട്. ഞാൻ വെണ്ണ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ അത് വെണ്ണ കടഞ്ഞെടുക്കണം, അപ്പോൾ വെണ്ണ മാത്രമായിട്ട് വേറെ കിട്ടും. ഇപ്പൊ പാലില് വെണ്ണ എല്ലായിടത്തും ഉണ്ട്, ഓരോ തുള്ളിയിലും വെണ്ണ ഉണ്ട്. അപ്പൊ അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞു. ഏതുപോലെ? പാലിൽ വെണ്ണ ഉള്ളതുപോലെ. ആ ഉദാഹരണം പോലും റബ്ബ് എല്ലായിടത്തും ഉണ്ട് എന്നതിന് ഉദാഹരണം പറയുന്നത് ശരിയല്ല എന്നാണ് പല മഹാന്മാരും പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു ഉദാഹരണമാണ്. പക്ഷെ അതുപോലും അള്ളാഹുവിന്റെ പടച്ച റബ്ബിന്റെ ഒരു കഴിവിനെ കുറിച്ച്, അള്ളാഹു ആരാണ്, പടച്ച റബ്ബിന്റെ ദാത്ത്, സിഫാത്ത്, പടച്ച റബ്ബിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ രീതികൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഉദാഹരണം കൊണ്ട് പറയാൻ മനസ്സിലാക്കാൻ കഴിയൂല. അതിനൊക്കെ അപ്പുറമാണ് അള്ളാഹു. അങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കേണ്ടത്. നമ്മള് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, സുഖം എന്ന് പറഞ്ഞാൽ ഇതാണ് സുഖം എന്നൊരാൾ ചിന്തിക്കുന്നു. അതിനേക്കാൾ വലിയ സുഖങ്ങൾ അനുഭവിച്ച ആള് അതിനേക്കാൾ വലിയ സുഖം അയാൾ ചിന്തിക്കുന്നു. അങ്ങനെ ലോകത്ത് ആരൊക്കെ ഏറ്റവും വലിയ സുഖങ്ങൾ എന്ന് എന്തൊക്കെ ചിന്തിക്കുന്നു, അതിനപ്പുറം ഉള്ള സുഖമാണ് സ്വർഗത്തിലെ സുഖം. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വലിയ ശിക്ഷകൾ, അദാബുകൾ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയോ, അതിനേക്കാളൊക്കെ വലിയ അദാബാണ് നരകത്തിലെ അദാബുകൾ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹു ആരാണ് എന്ന് എല്ലാവരും കൂടെ ചിന്തിച്ചാലും, ഇനി ഒരാളല്ല, ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരും കൂടെ ചിന്തിച്ചാലും മനസ്സിലാക്കിയാലും അള്ളാഹു എങ്ങനെയാണ് എന്ന് ഒരു ചിന്തയിലും ബുദ്ധിയിലും അതാണ് അള്ളാഹു. അപ്പോഴാണ് അള്ളാഹു ആവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ആരാണ്? അല്ലാഹു അഹദാണ്. ആ അഹദ് എന്ന വാക്കുപോലും പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചത് വാഹിദ് എന്ന് ഉപയോഗിക്കാതെ അഹദ് എന്ന് ഉപയോഗിച്ചത് പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു ആരാണ്? അഹദാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് മൊബൈൽ ഫോണ്, ഇത് ഒന്നാണ്. ഇപ്പൊ മൊയിലർ നിങ്ങളുടെ കയ്യിൽ എത്ര ഫോണുണ്ട് വെച്ചാൽ ഒരു ഫോൺ. പക്ഷെ ഈ ഒന്ന് എന്ന് പറഞ്ഞാല്, ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ തന്നെ പലതും ചേർന്നുണ്ടായതാണ് ഈ ഒന്ന്. അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ഇതിൽ ബാറ്ററി ഉണ്ട്, സിമ്മുണ്ട്, ഇതിന്റെ ഗ്ലാസ് ഉണ്ട്, ഇതിന്റെ ക്യാമറ ഉണ്ട്, ഇതിന്റെ പുറന്തോടുണ്ട്, പല സാധനങ്ങളുണ്ട്. പല സാധനങ്ങളും ചേർന്ന് ഒന്നായതാണ് ഇത്. മനസ്സിലാകുന്നുണ്ടോ? മുതലേ ഒന്ന്. ഈ തസ്ബീഹ് മാല ആണ് വേർപെടുത്തിയാൽ
ഇതിന്റെ ചരട് വേറെയാവും, ഇതിന്റെ ഈ തൊങ്ങൽ വേറെയാവും, മണികൾ വേറെയാവും, ഇതിന്റെ ഓരോ കുടുക്കുകൾ വേറെയാവും, വേറെ വേറെ. ഇത് ഒന്നാണ്, ഒരുപാട് പലതും കൂടിണ്ടായ ഒന്നാണ് ഇത്. ഈ ഒന്ന് ഇതിൽ നിന്ന് പലതും ഉണ്ടാവും. ഇങ്ങനെയാണ് എല്ലാ ഓരോന്നും അങ്ങനെയാണ്. ഞാൻ ഇതിന്റെ ഒരു മണി മാത്രം എടുത്തിട്ടോ എന്നത് ഒന്നാണോ? അല്ല. ഈ മണിയെ, ഇത് പ്ലാസ്റ്റിക്കിന്റെ മണിയാണ്, ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ മണിയെ അത് ചൂടാക്കിയാൽ അല്ലെങ്കിൽ അത് വേർതിരിച്ചാൽ ഇതിൽ നിന്ന് പലതും എന്താക്കാം? വേർതിരിച്ചെടുക്കാം. നമ്മൾ കാണുന്ന ദുനിയാവിൽ എന്തൊരു വസ്തുവും ഒന്ന് എന്ന് പറഞ്ഞ ഒന്നില്ല. ഒന്ന് എന്ന് പറഞ്ഞ ഒന്നല്ല. നമ്മൾ ദുനിയാവിൽ കാണുന്ന എല്ലാ ഒന്നും, ഒരു സാധനം ഒന്നാണെന്ന് പറഞ്ഞാൽ അത് പലതും കൂടി ഒന്നായതാവും. മനസ്സിലാവുണ്ടോ? പിന്നെയോ ആ ഒന്നിൽ നിന്ന് പലതും വേർതിരിഞ്ഞുണ്ടാവും ചെയ്യും. നമ്മളിപ്പോ ഈ നോലുമ്പ് വൈകുന്നേരമായ സമയത്ത് എന്താപ്പത് ഇയാൾ ഈ പറയുന്നത്? ഒന്നും രണ്ടും മൂന്നും കുറെ പലതും ഒന്ന് എല്ലാം കൂടി ഒന്ന്, എന്താ ഇയാൾ അന്തല്ലാത്ത പറയണത്? ചിന്തിക്കണ്ട, വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾ കേട്ട് രസത്തിലിരിക്കാം. വളരെ ഗൗരവത്തിൽ മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ ആ ഒന്ന്, ഒരുവൻ എന്ന് പറഞ്ഞാൽ ആ ഒരുവനായ അല്ലാഹു പലതും കൂടിണ്ടായ ഒരുത്തനല്ല. ആ അല്ലാഹുവിൽ നിന്ന് ഇനി വേറെ പലരും ഉണ്ടാവാനും പോകില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹുവിൽ നിന്ന് മക്കളുണ്ടായിട്ടില്ല. അല്ലാഹു വേറെ മാതാപിതാക്കളിൽ നിന്നുണ്ടായ മക്കളിൽപ്പെട്ടവരുമായി സന്നില്ല. അല്ലാഹുവിൽ നിന്ന് വേർതിരിഞ്ഞ് വേറെ കുട്ടി ദൈവങ്ങൾ ഉണ്ടാകുന്നില്ല. അല്ലാഹു വേറെ വലിയ ദൈവത്തിൽ നിന്നുണ്ടായതുമല്ല. അല്ലാഹുവിനോട് തുല്യരായ ആരുമില്ല. ഇതിനപ്പുറം എങ്ങനെയാണ് വിശദീകരിക്കുക? നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു ആരാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു എന്ന വാക്ക് അതൊക്കെ ഒരു മഹാത്ഭുതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അല്ലാഹു എന്ന വാക്ക് അത് ആ ഒരു അറബി വാക്ക്. അതിന് സത്യത്തിൽ ഒരു അറബി വാക്ക് എന്ന് പറയണോ? ഒരു അറബി വാക്കാണെങ്കിൽ പോലും മഹാന്മാര് അല്ലാഹു എന്ന വാക്ക് അതൊരു തുല്യതയില്ലാത്ത വാക്കാണ്. അല്ലാഹു എന്ന വാക്കിന്റെ പ്രത്യേകത, അല്ലാഹു എന്ന വാക്കിന് ബഹുവചനങ്ങളില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവം എന്ന് പറഞ്ഞതിന് ബഹുവചനങ്ങളുണ്ട്. എന്ത്? ഇലാഹുകൾ, ആലിഹത്ത് എന്ന് പറയാ. മനസ്സിലായില്ല? അപ്പൊ നമ്മളൊരാളെ കുറിച്ച് റജുല് അറിയും, ഒരാൾ, ഒരു പുരുഷൻ. പുരുഷന്മാരെന്ന് എന്ത് പറയും? റിജാല് എന്ന് പറയും. പുരുഷന്മാര്, ആൾക്കാര്. ഒരു കുട്ടി, അത്ഫാൽ, കുട്ടികൾ എന്ന് പറയും. വലത്, ഔലാദ്, ബിന്ത്, ബനാത്ത്. ഏതൊരു കാര്യത്തിനും അതിന്റെ ഏകവചനം ഉണ്ടാവും, ബഹുവചനം ഉണ്ടാവും. മസ്ജിദ്, പള്ളി, മസാജിദ്, പള്ളികൾ. അല്ലെ? ഏതൊരു വാക്കിനും എന്തുണ്ടാവും? ബഹുവചനം ഉണ്ടാവും. അല്ലാ എന്ന വാക്കിന്, അത് അറബി വാക്കാണെങ്കിൽ പോലും അല്ലാ എന്ന വാക്കിന് എന്തില്ല? ബഹുവചനമില്ല. എന്തിനുണ്ട്? റബ്ബ് എന്ന വാക്കിനുണ്ട്. റബ്ബ്, അർബാബ് എന്ന് പറയാം. ഇലാഹ്, ആലിഹത്ത് എന്നൊക്കെ പറയാം. കാരണം റബ്ബ് എന്ന വാക്ക്, ഇലാഹ് എന്ന വാക്ക് അതൊക്കെ മറ്റ് പല ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഇലാഹുകൾ എന്ന ആരെക്കുറിച്ച്? ലാത്തയെക്കുറിച്ച്, ഉസ്സയെക്കുറിച്ച്, മനാത്തയെക്കുറിച്ച്, ഗുരുവായൂരപ്പനെക്കുറിച്ച്, ശബരിമല അയ്യപ്പനെ കുറിച്ചൊക്കെ എന്ത് പറയാ? ആലിഹത്ത്, ഇലാഹുകൾ എന്ന് പറയാ. അവര് ആ വിശ്വാസമുള്ള ആളുകൾക്ക് പറയാ. മനസ്സിലാവുണ്ടോ? രക്ഷിതാവ് റബ്ബ്, യജമാനൻ റബ്ബ്, അവർക്ക് പറയാം. അള്ളാഹ്ക്ക് മാത്രമല്ല റബ്ബ് എന്ന് പറയാ. പക്ഷെ അല്ലാ എന്ന ആ വാക്കിന് എന്തില്ല? ബഹുവചനമില്ല. അല്ലാ എന്ന വാക്കിന് ബഹുവചനമില്ല. അല്ലാ എന്ന വാക്കിന് സ്ത്രീലിംഗമില്ല.
ഏതൊരു വാക്കിനും എന്തുണ്ടാവും? ഏതൊരു വാക്കിനും അതിന്റെ ആണിന്റെ വാക്കുണ്ടാവും, അതിന്റെ പെണ്ണിന്റെ വാക്കുണ്ടാവും. ഏതൊരു വാക്കിനും എന്തുണ്ടാവും? ഏതൊരു വാക്കിനും അതിന്റെ സ്ത്രീലിംഗം ഉണ്ടാവും, പുല്ലിംഗം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഏതൊരു വാക്കിനും അതിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഏതൊരു വാക്കിനും എന്തുണ്ടാവും? അതിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഏതൊരു വാക്കിനും അതിന്റെ സ്ത്രീലിംഗം ഉണ്ടാവും, പുല്ലിംഗം ഉണ്ടാവും. പക്ഷെ അള്ളാ എന്ന വാക്കിന് എന്തില്ല? സ്ത്രീലിംഗമില്ല. അതൊരു വാക്കാണ്. അള്ളാ എന്ന വാക്കിന്റെ ഉച്ചാരണം പോലും അള്ളാഹ്, ആ അള്ളാഹ് എന്ന ആ ഉച്ചാരണം പോലും സത്യത്തില് അറബിയില് ഏറെക്കുറെ അതിനോട് സമാനമായി വരുന്ന രണ്ട് വാക്ക് ലാദുണ്ട്, അതേപോലെ ലാ ഉണ്ട്. ലാലിം എന്നൊക്കെ പറയുന്ന ലാ ഉണ്ട്. അതേപോലെ നമ്മള് വലദ്ദാലീൻ എന്ന് പറയുന്ന ആ സമയത്തുള്ള ലാദുണ്ട്. ഈ രണ്ടെണ്ണത്തിന്റെയും ഉച്ചാരണം പോലും അല്ല ശരിക്ക് അല്ലാഹ് എന്ന ഉച്ചാരണത്തിന്. നമ്മളൊക്കെ സാധാരണ പറയുമ്പോ ഒക്കെ ലാലിമും അള്ളയൊക്കെ നമുക്ക് തന്നെ ഒന്നാണെങ്കിൽ പോലും സത്യത്തിൽ അതിന്റെ ഉച്ചാരണത്തിന് പോലും അല്ലാഹു എന്ന വാക്കിന്റെ ആ ഉച്ചാരണത്തിന് പോലും തുല്യതയില്ല. അതിന്റെ എഴുത്തിന്റെ രീതി വേറെയാണ്. അത് സ്ത്രീലിംഗമില്ലാത്ത വാക്കാണ്, അത് ബഹുവചനമില്ലാത്ത വാക്കാണ്, ജലാലത്തിന്റെ ഇസ്മാണ്, അത് ഇസ്മുൽ അഅ്ളമാണ്. രാജാതിരാജനായ റബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നാമത്തിന് പോലും ഇങ്ങനെയുള്ള വലിയ വലിയ മഹാത്ഭുതങ്ങളുണ്ട്, തുല്യതയില്ലാത്ത അത്ഭുതങ്ങൾ. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു അവന്റെ പേരിലും അവന്റെ സിഫാത്തിലും അവന്റെ ദാത്തിലും അവന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു അഹദ്. അല്ലാഹു അഹദാണ്. തൗഹീദിനെ എത്ര മനോഹരമായി മഹാന്മാരായ പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറെ ആളുകൾ പറയാ നിങ്ങൾക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല. തൗഹീദ് മനസ്സിലായത് അവർക്ക് മാത്രമാണ്. അവർ മുവഹ്ഹിദീങ്ങളാണ്. അവർക്ക് മനസ്സിലായ തൗഹീദ് എന്താണ്? ലാ തദൂ മഅല്ലാഹി അഹദാ. അതാണ് അവർക്ക് മനസ്സിലായ ആകെ തൗഹീദ്. നമ്മുടെ നാട്ടിലെ വഹാബികൾ പുത്തനാശയക്കാർക്ക് മനസ്സിലായ ആകെ ഒരു തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ തൗഹീദ് പറഞ്ഞാൽ മനസ്സിലാക്കി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്. സുന്നികൾ പോയിട്ട് അമ്പർത്ത തങ്ങളെ ബദരീങ്ങളെന്ന് വിളിച്ചു പ്രാർത്ഥിക്കാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് തൗഹീദ്. അതന്നെ ആകെ ഇതല്ലാത്തൊരു തൗഹീദ് അവർക്കറിയോ? അവർ പറയാറുണ്ട്. എന്താണ് തൗഹീദിന്റെ രസം അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? കലിമത്ത് തൗഹീദ് എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് ഈ മഹാന്മാരായ ഔലിയാക്കളെയും സുന്നികളെയും ഈമാനുള്ളവരെയും മുത്തഖീങ്ങളെയും സ്വാലിഹീങ്ങളെയും അവരൊക്കെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി ലാ തദൂ മഅല്ലാഹി അഹദ, ഇതാണ് തൗഹീദ് എന്നും പറഞ്ഞു നടക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, സുന്നികളായ ആളുകൾ, സുന്നികളായ പണ്ഡിതന്മാർ, മഹാന്മാരായ ആലിമീങ്ങൾ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിനെ കുറിച്ച് വളരെ ഗാഢമായി ചർച്ച ചെയ്യുകയും അല്ലാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അത് വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ നിസ്സാരപ്പെടുത്തി കാണരുത്, മനസ്സിലാക്കരുത്. ഇസ്ലാം എത്ര വളരെ വലിയ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. ഒരു നിലക്കും മുഅ്മിനീങ്ങൾ ഈ ഉമ്മത്തിലേക്ക് ഒരിക്കലും ശിർക്ക് പടർന്നു കയറുകയില്ല. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ശിർക്ക് എന്നത് നമ്മുടെയൊക്കെ ചിന്തയിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഒരിക്കലും കടന്നു വരുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പണിയിലൊന്നും കടന്നു വരുന്നില്ല. നമ്മൾ മുത്തുനബിയെ ബഹുമാനിക്കുമ്പോ, ഔലിയാക്കളെ ആദരിക്കുമ്പോ, സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുമ്പോ, അവരുടെ കൈപിടിച്ച് മുത്തുമ്പോ, അവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുമ്പോ, മഖബറകളിലേക്ക് സിയാറത്തിന് പോകുമ്പോ, അവരുടെ ദുആയിൽ പങ്കെടുക്കുമ്പോ, അവരോട് അങ്ങേയറ്റത്തെ ബഹുമാനം ഖൽബിൽ തോന്നുമ്പോ അതൊന്നും ശിർക്കിലേക്ക് എത്തുന്നതല്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അതുവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈമാനില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. എന്താണ് ഇത്? വെറുതെ കുറെ വാക്ക് മറത്താനാണോ? അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരായി മാറുക. അതല്ലാതെ ഞാൻ അള്ളാന്റെ ആളാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടുമോ? അള്ളാഹു മുത്തുനബി അങ്ങേയറ്റം ബഹുമാനിക്കാൻ ആദരിക്കാൻ പറഞ്ഞു. ആ റസൂലുള്ളാഹിനെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറില്ലെങ്കിൽ പിന്നെ ഇവനെങ്ങനെ അള്ളാന്റെ ആളാണ്, തൗഹീദിന്റെ ആളാന്ന് പറയാം?
അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. ഔലിയാക്കളെ അടങ്ങറാക്കിയാൽ, വേദനിപ്പിച്ചാൽ അള്ളാഹ് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു ഇവൻ എങ്ങനെ അള്ളാന്റെ ആളാവുക? അപ്പൊ അത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ മഹാനായ സയ്യിദുനാ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് മുമ്പ് നമ്മൾ പറഞ്ഞു. എന്താ വിശേഷണം? അബ്ദ് എന്നതാണ്. റസൂൽ എന്നതിനേക്കാൾ മുന്തിച്ച വാക്കാണ് അബ്ദ്. കാരണം അത് റബ്ബിന്റെ തീരുമാനം, അത് അങ്ങനെ തന്നെയാണ്. അള്ളാഹു ആണ്. അള്ളാഹുവിലേക്ക് ഒരു തരത്തിലും ഒരു സൃഷ്ടിയും എന്താവൂല. മുത്തുനബിക്ക് എത്ര കഴിവുണ്ട്, എത്ര ബഹുമാനമുണ്ട്, എത്ര ആദരവുണ്ട്. മുത്തുനബി എത്ര ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ എത്ര വലിയ ബഹുമാനവും എത്ര വലിയ ആദരവ് കൊടുത്താലും മുത്തുനബി ആരാണ്? അള്ളാഹുവിന്റെ ഒരു അബ്ദ് മാത്രമാണ്. ഒരബ്ദിനെ തന്നെ, അള്ളാന്റെ ഒരു അബ്ദിനെ തന്നെ എത്ര വലിയ ബഹുമാനവും ആദരവും കൊടുക്കണമെങ്കിൽ അപ്പോൾ പിന്നെ അള്ളാനെ എത്ര ബഹുമാനിക്കണം അല്ലെ? ഓരോന്നിനും ദറജ കൂടൂലേ? ഓരോന്നിനും ദറജ കൂടും, വ്യത്യാസങ്ങളുണ്ടാകും. ഓരോന്നിനും ദറജ കൂടും, വ്യത്യാസങ്ങളുണ്ടാകും. നമ്മള് സാധാരണ ഒരു വില്ലേജ് ഓഫീസിലെ അടിച്ചു വരുന്ന സ്വീപ്പർ, ആ സ്വീപ്പർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. വില്ലേജ് ഓഫീസിൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ തൂപ്പുകാരി പെണ്ണാണ്, ഓൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഇതേ തൂപ്പുകാരി തസ്തികയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു പമ്പറന്നോളാണെങ്കിൽ ഓൾക്ക് എന്ത് ചെയ്യും? സ്ഥാനം കൂടെ, ആളുകൾ കുറച്ചും കൂടെ ബഹുമാനിക്കും. കാരണം ഓളെന്ന് സ്വാധീനിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യും? നടന്നു കിട്ടും. രണ്ടാളും തൂപ്പുകാരികളാണ്. പക്ഷേ ഈ തൂപ്പുകാരി എന്ന ആ തസ്തിക തന്നെ അവരുടെ മുകളിലുള്ള ആളുടെ വില കൂടിയപ്പോൾ ഇയാളുടെ വില എന്തായി? കൂടി. മനസ്സിലായില്ല അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര വലിയ വിലയാണ്. കാരണം ഇവൻ ഒരു സെക്രട്ടറി പറഞ്ഞാൽ എന്താ? അയാളുടെ പിന്നാലെ നടക്കുക, അയാളെങ്ങനെ എഴുതുക, അയാളെങ്ങനെ ഹിദ്മത്ത് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അയാളൊരു ഖാദിമാണ്. പക്ഷെ ആള് പ്രധാനമന്ത്രിയുടെ ഖാദിമാണ് എന്നതാണ് വില. ഡ്രൈവർമാർക്ക് വില ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഡ്രൈവർമാര് ഓന് മറ്റേ മന്ത്രിയുടെ ഡ്രൈവറാണ്, ഓന് പണക്കട്ട തങ്ങളുടെ ഡ്രൈവറാണ് എന്ന് പറയുമ്പോ സാധാരണ ഒരു ഡ്രൈവർ, ആ ഡ്രൈവറെ വിലയല്ല. കാരണം മുകളിലുള്ള ആളുടെ വിലക്കനുസരിച്ച് താഴെ ഖിദ്മത്ത് ചെയ്യുന്ന ആൾക്ക് വില കൂടും. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാന്റെ അബ്ദാണ്. ആ അബ്ദിനെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. കാരണം അത്ര ബഹുമാനിക്കേണ്ട ഒരു അബ്ദാണെങ്കിൽ അപ്പോൾ ആ അബ്ദിന്റെ റബ്ബ് യജമാനൻ, അപ്പൊ എത്ര ബഹുമാനിക്കേണ്ട ആളാ? മനസ്സിലായില്ല? അപ്പൊ അള്ളാഹുവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെയും അള്ളാഹു ബഹുമാനിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടലും ബഹുമാനിക്കലുമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ മുത്തുനബി നമ്മളെപ്പോഴും സാധാരണക്കാരനാണ്, ഔലിയാക്കളൊക്കെ നമ്മളെ മാതിരി തന്നെയാണ്, എല്ലാ ആലിമീങ്ങളും അതൊക്കെ ഇപ്പൊ എന്താ ഓൽക്കെന്താ പ്രത്യേകത? ഓൽക്കും താടിയുണ്ട്, എനിക്കും താടിയുണ്ട്, പിന്നെ തലയെക്കെട്ട് നമ്മൾ കിട്ടണില്ല എന്നേ ഉള്ളൂ, അത് ഓരോ കായ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടി നടക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിന് കഅബ എന്നാണ് പേര്. നമ്മളും പറയാം അങ്ങനെയാണ്, കഅബ എന്നാ പറയാം. ചിലപ്പോ എന്ത് പറയും? ബൈത്തുള്ള എന്ന് പറയും. അള്ളാന്റെ വീട് എന്ന് പറയും, ബൈത്തുള്ള എന്ന്. കഅബാലയത്തെ ബഹുമാനിക്കണം, കഅബാലയത്തെ ആദരിക്കണം. അതിന് വലിയ ഫضലുണ്ട്. നമ്മൾ ഒരു ദിവസം വളരെ വിശദമായി അത് പറഞ്ഞതുമാണ്. കഅബയുടെ ഫضലൊക്കെ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബക്ക് കഅബ തന്നെ പേരിട്ട്. കഅബ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു നിൽക്കുന്ന ഒരു സാധനം. കഅബ, മക്കയിലെ കഅബ ഉയർന്നു നിൽക്കുന്ന മുറബ്ബഅയ നാല് കോണുകൾ, 4 ചുമരുകളുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു സാധനം, അതാണ് കഅബ. അതാണ് കഅബക്ക് പേരെന്നെ കഅബ തന്നെ വെച്ചത്. എന്തുകൊണ്ട്? കഅബയെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് എങ്ങനെ തന്നെയാണ്? അത് കഅബയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, അല്ലാതെ അത് അല്ലാഹ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല. അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്, കഅബയാണ്. ഹജറുൽ അസ്വദ് അതൊരു കല്ലാണ്.
ഇത് മഖാമ ഇബ്രാഹിമാണ്, ഇതൊക്കെ അള്ളാന്റെ പടപ്പുകളാണ് എന്ന നിലക്ക് തന്നെയാണ് നമ്മളൊക്കെ ബഹുമാനിക്കുന്നത്, നമ്മൾ അവിടെ പോകുന്നത്, മുത്തുന്നത്, ആദരിക്കുന്നത്, തവാഫ് ചെയ്യുന്നത് എല്ലാം. അതിൽ ഒരു മുഅ്മിനിനും എന്ത് വരുന്നില്ല? ഒരു മുഅ്മിനിനും ഇത് അള്ളാണെന്ന് ചിന്ത വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കഅബയാണ് എന്റെ കാര്യങ്ങൾ നടത്താൻ നമ്മൾ ആരെങ്കിലും പോയിട്ട് കഅബാലയത്തോട് പ്രാർത്ഥിക്കണുണ്ടോ? പിന്നെ എന്താ ഇവര് പറയണത്? മനസ്സിലാവാത്തത് കൊണ്ട് ആലോചിക്കേണ്ടത്, ചിന്തിക്കുക, ചോദിക്കുക. ഒരുത്തൻ പ്രസംഗിക്കുക, ഈ കൊല്ലം 30 ലക്ഷം ആള് ഹജ്ജ് ചെയ്തു, അതില് 5 ആളുള്ളൂ മുവഹിദീങ്ങൾ, ബാക്കി 25 ലക്ഷം, 5 ലക്ഷം ആളുകളുള്ളൂ. 30 ലക്ഷത്തില് 5 ലക്ഷം ആളുകളുള്ളൂ. ആര്? മുവഹിദീങ്ങളായ ആളുകൾ. ബാക്കി 25 ലക്ഷം ആരാ? ഓനങ്ങോട്ട് തള്ളി. 25 ലക്ഷത്തിന് നേരെ നരകത്തിൽ കണ്ട് തള്ളി. ഔട്ട് എന്നാ പറഞ്ഞത്. അവന്റെ വാക്കന്നെ അങ്ങനെയാണ്. 25 ലക്ഷം ഔട്ട്. ഇവനാര്? ഏതാ ഈ 5 ലക്ഷത്തിന് ഉൾപ്പെടുത്തിയത്? ആരാ? സൗദിയിൽ നിന്നും വന്ന പിന്നെ അതേപോലെ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന, അതേപോലെ കേരളത്തിൽ നിന്ന് പോയ ഓന്റെ സംഘടനയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ കയ്യിൽ കൂട്ടിയിട്ട് 5 ലക്ഷം, ബാക്കി 25 ലക്ഷം ഔട്ട്. എന്നിട്ട് കളിയാക്കാ, ചൂണ്ടിക്കാണിച്ച്, കണ്ടോ പല്ലി ഒട്ടി നിൽക്കുന്നത് പോലെ, അട്ട ഒട്ടിയതുപോലെ കഅബ തൂങ്ങി പിടിച്ചിട്ട് ഓരോരുത്തർ നിൽക്കുന്നത്. വിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, പൊട്ടിക്കരയുന്ന മുഅ്മിനീങ്ങൾ പൊട്ടിക്കരയണ്ടേ? ഹജറുൽ അസ്വദിന്റെ തന്നെ ചരിത്രം എന്താ? ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു. അത് അസ്വദായത് എന്തേ? പാപികൾ ചെന്ന് അവിടെ ചെന്ന് കരഞ്ഞിട്ടല്ലേ? മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടല്ലേ അത്? അപ്പൊ അവിടെ പോയി കരയണ്ടേ? അവിടെ പോയി പാപങ്ങൾ കഴുകിക്കളയണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാതെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ, ഈ 25 ലക്ഷം മുഅ്മിനീങ്ങൾ മുശ്രിക്കാണ്, ഔട്ടാണ്, മുവഹിദീങ്ങളല്ല എന്ന് പറഞ്ഞ ഔട്ടാക്കുമ്പോ ഇവൻ മനസ്സിലാക്കണം, എത്രയോ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ ആ കൂട്ടത്തിലുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇസ്ലാം പഠിപ്പിച്ച പാഠങ്ങൾ തന്നെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാൻ, ആദരിക്കേണ്ടതിനെ ആദരിക്കാൻ, അതിന്റെ പരിധി വെച്ചുകൊണ്ട് തന്നെയാ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അല്ലേ? സൃഷ്ടികളുടെ മുന്നിൽ സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാം, ആദരിക്കാം, പിന്നെ ഭവ്യത കാണിക്കാം, തല താഴ്ത്താം. അല്ലേ? ആ ഒരു ബഹുമാനം അത് ഏത് രൂപത്തിലും ഉസ്താദുമാരുടെ മുന്നിൽ ഒക്കെ ആ ബഹുമാനം കാണിക്കാം. അല്ലാഹ് നിയന്ത്രണം പറഞ്ഞു. എന്താ നിയന്ത്രണം? സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാ സുജൂദ് സൃഷ്ടികളെ ബഹുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ അന്തം വിട്ട് ബലം വെച്ച് നിൽക്കണം ഉസ്താദുമാരെ കാണുമ്പോ എന്നല്ല അതിനർത്ഥം. സുജൂദ് അല്ലാത്തതൊക്കെ ചെയ്യാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് മുത്തിയിരുന്നു, കാല് മുത്തിയിരുന്നു മഹാന്മാരായ സ്വഹാബിമാര്. അല്ലാഹുവിന്റെ റസൂൽ അത് അനുവദിക്കും. ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കാം. ബഹുമാനം എന്നത് അത് ആരാധന ആ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പാടില്ല എന്നേ ഉള്ളൂ. അത് എങ്ങനെയാണ് ആരാധന വരിക എന്നത് ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതുവരെയുള്ള ബഹുമാനം ദീൻ അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും പറഞ്ഞിട്ടുണ്ട്. പറ്റ ബഹുമാനം ഇല്ലാതാക്കിയ ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അവരോടുള്ള സ്നേഹം, അവരോടുള്ള സമ്പർക്കം, അതാണ് നമ്മെ രണ്ട് ലോകത്തും വിജയിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത മഹത്തുക്കൾ 1,24,000 അമ്പിയാക്കൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്. ശ്രദ്ധിക്കണേ. മഹാന്മാര് സ്വഹാബിമാരുടെ എണ്ണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെ സ്വഹാബിമാരുടെ എണ്ണം എത്രയാണ് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. 1,00,000-ലധികം എന്നത് ഏറ്റവും അതിൽ താഴെ അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. പിന്നെ 1,40,000 വരെയൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്, അതിൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ സ്വഹാബിമാരായ ആളുകൾ 1,24,000 സ്വഹാബിമാരാണ് എന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം, ശ്രദ്ധിക്കണം. 1,24,000 സ്വഹാബിമാരാണ് മുത്തുനബി. കാരണം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ആളുകൾ അല്ലെങ്കിൽ പഠിച്ച ആളുകളൊക്കെ സ്വഹാബി എന്ന് എണ്ണിയവരാണെങ്കിൽ പോലും ചിലപ്പോൾ സ്വഹാബി ആവൂല, മുനാഫിഖുകൾ ഉണ്ടാവും. ആ കൂട്ടത്തിൽ നിഫാഖുള്ളവരുണ്ടായിട്ടുണ്ടാവും. പുറമെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാനൊക്കെ വന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ മുനാഫിഖുകളായിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് 1,24,000 ആര്? സ്വഹാബിമാരാണ് എന്ന്. ആ 1,24,000 സ്വഹാബിമാരിൽ നിന്ന് 313 ആളുകളെ അഹ്ലുൽ ബദറായിട്ട് എന്ത് ചെയ്തു?
അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. അപ്പോൾ മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് 1,24,313 ശേഷവും 1,24,313. എങ്ങനെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നായകൻ, നേതാവ്. ആര്? മുമ്പുള്ളതാരാ? 1,24,000 പറയ്. അമ്പിയാക്കൾ, മഹാന്മാരായ നബിമാര്, പ്രവാചകന്മാർ. മുമ്പുള്ള 313 ആളുകൾ ആരാ? ആ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുർസലീങ്ങൾ. ശേഷമുള്ള 1,24,000 മഹാന്മാരായ സ്വഹാബിമാര്. ശേഷമുള്ള 313 മഹാന്മാരായ ബദരീങ്ങൾ. അപ്പൊ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിക്ക് മുൻഗാമികളും പിൻഗാമികളുമായി തെരഞ്ഞെടുത്ത ആളുകൾക്ക് പോലും അതിൽ വളരെ വലിയ ഫളലുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു? എന്തേ? അത് സത്യത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെക്കാൾ വിവരമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ ഉദാരന്മാരുണ്ടായിരുന്നില്ലേ? ബുദ്ധിമാന്മാരുണ്ടായിരുന്നില്ലേ? പക്ഷെ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണത്. എല്ലാവരെയും അള്ളാഹു തെരഞ്ഞെടുത്തില്ല. അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെക്കുറിച്ച് പഠിക്കണം, അവരെക്കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വഹാബിമാര്, അതിനുശേഷം വന്ന താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാര്, അവരെയൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുക, അവരെക്കുറിച്ച് പറയുക, അവരെക്കുറിച്ച് പഠിക്കുക, അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക, അവരുടെ തത്വങ്ങൾ മനസ്സിലാക്കുക, അവരുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല നമ്മുടെ വിശ്വാസം, അല്ലെ? നമുക്ക് ഇഷ്ടമുണ്ടല്ലോ നോക്കിയല്ല നമ്മുടെ വിശ്വാസം തീരുമാനിക്കുക. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഈമാനാവണോ വിശ്വാസമാവണോ? അവര് വിശ്വസിച്ച് നമ്മൾ വിശ്വസിക്കണം, അപ്പോഴല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വാസമാവില്ലല്ലോ, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നമുക്കിഷ്ടപ്പെട്ടതിനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴായി അബദ്ധങ്ങൾ സംഭവിച്ചത്. ലൈലത്തുൽ ഖദർ സംഗതി ഇപ്പോ മലക്കളൊക്കെ പാടപ്പം ഇങ്ങനെ ഇറങ്ങിയാലിപ്പോ എവിടെയൊക്കെ പാടെ ഓലപ്പാട് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ ഭൂമിയിലാകെ എത്ര സ്ഥലമേ ഉള്ളൂ. ഓലിപ്പോ കോടിക്കണക്കിന് മലക്കൾ വന്ന് ഓൽക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവുമോ? ഓലിപ്പോ എങ്ങനെ ഇപ്പൊ നിൽക്കുക? ഓലിപ്പോ എങ്ങനെ സലാം പറയാ? ഓലിപ്പോ എങ്ങനെ മുസാഫഹത്ത് ചെയ്യാ? എന്താപ്പത് 1000 മാസത്തെ കൂലി എന്നൊക്കെ പറയണത്? ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അതിന് നിവൃത്തില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ, അല്ലേ? ഓരോന്നിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ തോന്നാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ അതന്നെ നമുക്ക് പിന്നെ വിശ്വസിക്കാം. അതന്നെയാണല്ലോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞത്. അതിലങ്ങട്ട് ഈമാൻ ഉറക്കുമ്പോഴല്ലേ മുഅ്മിനീങ്ങളായി തീരാ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ പറഞ്ഞു, ബിൽ അദബി തതഫഹമുൽ ഇൽമ. അദബുണ്ടാകുമ്പോഴാണ് ഇൽമുണ്ടാവുക. ബിൽ അദബി, അദബുണ്ടാകുമ്പോഴാണ് തതഫഹമുൽ ഇൽമ. ഇൽമ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാ. ഇൽമ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അദബുണ്ടാവണം. അദബില്ലാത്തവർക്ക് ഇൽമുണ്ടാവൂല. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലേ? ചിന്തിക്കണം. കോളേജിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി ഇന്റർവ്യൂലൊക്കെ വലിയ മാർക്ക് കിട്ടി, ഇല്ല ഭയങ്കര ബുദ്ധിശാലിയ, ഭയങ്കര ബുദ്ധിമാനാ, അങ്ങനെ പ്രവേശനമൊക്കെ കിട്ടി. പക്ഷേ സംഗതി പിന്നെ അവസാനം കുരുത്തക്കേട് വാങ്ങി ഓനെന്തായി പോയി. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. നല്ല ബുദ്ധിമാന്മാര് കേരളത്തിലുണ്ടായിട്ടുണ്ട്. മതം മാറിപ്പോയ ആളുകൾ അറബി കോളേജിൽ വരെ പഠിച്ചു വലിയ ബുദ്ധിമാന്മാര്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇൽമ, അറിവുണ്ടാവുന്ന കുറെ ബുദ്ധിയും വിവരം, ഇന്റർവ്യൂവിന് പാസ്സായി മാർക്ക് കിട്ടി, അതല്ല അറിവ്. അതല്ല അറിവ്. അറിവ് എന്ന് പറഞ്ഞാല് അത് അദബ് കൊണ്ടുണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് സത്യത്തിൽ നമ്മളും അറിയാതെ ചില അറിവുകളെ ആ രൂപത്തിലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്, അല്ലേ? ചിലപ്പോ രസത്തിന് ഇപ്പൊ റബീഉൽ അവ്വൽ ആയാലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ കൂടുതൽ അടങ്ങറാവുക. എന്താന്ന് വെച്ചാല് ഓരോരുത്തർ വന്നിട്ട് ചോദിക്കും, കാരണം എല്ലാ മദ്രസയിലും ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാ, ചിന്തിക്കുക, നിങ്ങള് പിന്നെ ഒന്ന് വെറുപ്പൊന്നും കരുതരുത്. വളരെ ഗൗരവത്തിൽ ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ നമ്മൾ ചിന്തിക്കും. വേണ്ടത് ഒഴിവാക്കിയിട്ട് നമ്മൾ വേണ്ടാത്ത എടുക്കുമ്പോഴാണ് കുഴപ്പം.
റബീഉൽ അവ്വൽ ആയാല് ഞങ്ങൾ മൗലവിമാരുടെ അടുത്ത് ഇങ്ങനെ ഫോൺ വിളി അല്ലെങ്കിൽ വന്നിട്ട് ചോദിക്കുക, ഓരോ ക്വസ്റ്റ്യനും മദ്രസയിൽ നിന്ന് കൊടുത്തതാണ്. എന്താ ചോദ്യം? ഖുർആനിൽ നൂനില്ലാത്ത സൂറത്ത് ഏതാണ്? ഖുർആനില് മീമുള്ള സൂറത്ത് ഏതാണ്? അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂറത്ത് ഏതാണ്? ഇങ്ങനെയുള്ള സൂറത്ത് ഏതാണ്? എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ. അല്ല, നമ്മുടെ മുൻഗാമികളൊക്കെ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി ഹാഫിളീങ്ങളായി. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആന് ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പോയിട്ട് മനഃപ്പാടാക്കിയതല്ല, ഖുർആൻ ഓതിയിട്ട് ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ, അങ്ങനെ അഹ്ലുൽ ഖുർആൻ എന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട അങ്ങനത്തെ മുത്തഖിയായ ഒരു ആലിമ്, വലിയ ഒരു ആലിമ് മുമ്പ് കഴിഞ്ഞു പോയി. ആ ആലിമിനോട് ചോദിച്ചാൽ ആ ആലിമിനെ അറിയൂല എന്ത് ഖുർആനിലെ നൂനില്ലാത്ത സൂറത്ത് ഏതാന്ന് ചോദിച്ചാൽ. നിങ്ങൾക്ക് മനസ്സിലായോ വിഷയം? പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ ഖുർആനിൽ നൂനില്ലാത്ത ഒരു സൂറത്ത് ഏതാന്ന് ഒരു കൗതുകമുള്ള ഒരു വിവരാണത്. ഒരു കൗതുകം ഉള്ള ഒരു വിവരാണത്. ആ വിവരം ഒരാൾക്ക് ഇല്ല എന്നുള്ളതിന്റെ പേരിൽ അയാൾ മുഅ്മിനാവൂലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ഖുർആനെ കുറിച്ച് എല്ലാ വിവരവും, ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള, ഖുർആൻ മനസ്സിലാക്കിയ, ഖുർആൻ ഓതുമ്പോ കരയുന്ന, ഖുർആൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോ ഈമാൻ അങ്ങനെ കൂടണം. ഇത് അതൊന്നുമില്ല. ഇതിങ്ങനെ ഖുർആൻ നോക്കണുണ്ട്, എന്ത് നൂനില്ലാത്ത സൂറത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുക അല്ലേ? ഓനെ പരീക്ഷയിൽ പാസ്സാൻ വേണ്ടി ഖുർആനിലെ ആ നൂനില്ലാത്ത സൂറത്ത് ഏതാ? ഒരു കൗതുകമുള്ള വിവരം പറയുമ്പോ അതൊരു രസാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് സത്യത്തിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? ഞാൻ ഇനി പറഞ്ഞത് ഇനിയിപ്പോ അങ്ങനെ എന്നപ്പോ മദ്രസയിലെ മൗലവിമാർ അങ്ങനെ ചെയ്യുമ്പോ നമ്മള് അന്ന് പള്ളിക്കൊന്ന് കൊപ്പം പള്ളിക്കൊന്ന് മൂലം അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് പറയണ്ട, അതിനു വേണ്ടി പറയല്ല. പക്ഷേ അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ബിസ്മില്ലാത്ത സൂറത്ത് ഏതാ മനസ്സിലാക്കുന്നത് നല്ലതാണ് അല്ലെ? 2 ബിസ്മിലുള്ള സൂറത്ത് ഏതാ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഖുർആനിലെ മൂസാ നബിയുടെ പേര് എത്രയിടത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയാൽ, അങ്ങനെയുള്ള കുറെ വിവരം ഒരാൾ മനസ്സിലാക്കിയാൽ ഖുർആൻ മനസ്സിലാക്കലാവോ? ഖുർആൻ ഹക്കായി മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ? ഖുർആൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? ഖുർആൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് ഇഅ്ജാസുള്ള അള്ളാഹുവിന്റെ കലാമാണ് അല്ലേ? അമാനുഷികതയുള്ള അള്ളാന്റെ കലാമാണ്. ഇത് ഓതിയാ കൂലി കിട്ടും. ഇത് അർത്ഥം ചിന്തിച്ച് ഓതിയാൽ ഈമാൻ വർദ്ധിക്കും, ഈമാൻ കൂടും. ഇത് പരലോകത്ത് ശഫാഅത്ത് ചെയ്യും. ഇത് ഖബറിൽ നൂറായി വരും, പ്രകാശമായി വരും. അങ്ങനെയൊക്കെയുള്ള അറിവുകൾ ഖുർആനിലെ തദബ്ബറും ഖുർആനിലെ ആശയങ്ങൾ ചിന്തിക്കലും അതാ പ്രധാനം. ആ അറിവൊന്നുമില്ലാതെ, അതൊന്നുമില്ലാതെ ഒരാള് ഈ നൂനിന്റെ പിന്നാലെ പോയാൽ അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലാണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പേടിയാണ്. അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറെ പേടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ അവസാനം പറയോ ഇപ്പൊ ഈ മദ്രസയില് ക്വിസ് നടത്തുന്നതിനെതിരെ കൊപ്പത്തെ മൊയിലിൽ പറഞ്ഞു എന്ന് പറയണ്ടാണ്. അതല്ല പറഞ്ഞത്. മദ്രസയിലെ ക്വിസൊക്കെ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ആ ചോദ്യങ്ങൾ മാത്രം കൗതുകത്തിന് മതിയോ? അല്ലേ? ഒരു കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ, മുത്തനബി റസൂലുള്ളാഹികള് അല്ലെങ്കിൽ മുത്തനബിയുടെ പിന്നെ റസൂലുള്ളാഹിന്റെ ഏതന്നെ അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്ഥലത്താ ജനിച്ചത്, പ്രാഥമികമായി അറിയൽ അനിവാര്യമായ കുറെ വിവരങ്ങളുണ്ട്. അതിനപ്പുറമുള്ള കുറെ കാര്യങ്ങള് എന്നിട്ട് ഇനി അത് വന്ന് ചോദിച്ചാൽ ഞമ്മക്കൊട്ട് അറിവുണ്ടാവൂല. അല്ല, അതിനിപ്പോ ഏത് സമസ്ത മുഷാവറക്ക് ഒരു ക്വിസ് ഉണ്ടാക്കി. കാരണം ഇത് ഇയാളുടെ കയ്യിലൊരു പുസ്തകം കിട്ടിയിട്ടുണ്ടാവും, ഇയാളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടാവും. ആ പുസ്തകത്തിൽ വെച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സമസ്ത മുഷാവറ മെമ്പർ എടുത്ത് പോയാലും ഇതിന് മറുപടി കിട്ടിക്കൊള്ളുന്നില്ല. വിഷയം മനസ്സിലാവുണ്ടോ? കാരണം ഇങ്ങനെ കൗതുകത്തിന്റെ അത് എല്ലാപ്പോ ഒരാൾക്ക് മനപ്പാടം ഉണ്ടാവും, എല്ലാം മനപ്പാടം ഉണ്ടാവും. എബ്രഹാം ലിങ്കൺ ഏത് കൊല്ലത്തിലാണ് ജനിച്ചതെന്ന് പറയും. മഹാത്മാഗാന്ധി എന്നാ ജനിച്ചത് പറയും. അല്ല, ഇതൊക്കെ ജനറൽ നോളജാണ്, GK ജനറൽ നോളജാണ്. അത് പല പരീക്ഷകൾ PSC ടെസ്റ്റൊക്കെ പിന്നെ വരുമ്പോ അത് എഴുതേണ്ടി വരും. അതൊക്കെ ഉണ്ടാവും. കൗതുകത്തിന്റെ ചില വിജ്ഞാനങ്ങളാണ് എന്ന് മാത്രം. PSC പരീക്ഷ എഴുതാൻ പോയപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞാല് പരീക്ഷയുള്ളത് വില്ലേജ് ഓഫീസിലെ ഒരു ക്ലർക്കിന്റെ തസ്തികയിലേക്കുള്ള PSCയുടെ പരീക്ഷയാണ്. PSCയുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം, ഉറുമ്പിന് കാലെത്രയാണ്? ഒരു ചോദ്യമാണ്, ഉറുമ്പിന് എത്ര കാലാണ്? അപ്പൊ പരീക്ഷ എഴുതുന്നവരെ നാലോളം നോക്കാം, ഉറുമ്പ് പിടിച്ച് എണ്ണി നോക്കാലോ. ഇത് വില്ലേജ് ഓഫീസിലെ ക്ലർക്കും ഉറുമ്പിന്റെ കാലിന്റെ എണ്ണം തമ്മിൽ എന്താ ബന്ധമുള്ളത്?
ഇത് ലോകത്തിന്റെ ഒരു സംവിധാനമാണ്. അപ്പൊ ഇവര് തെരഞ്ഞിട്ട് ചിലവര് ചെറിയ എറുമ്പിനെ കിട്ടിയാൽ അതിന്റെ കാലിന്റെ എണ്ണാൻ കഴിയുമല്ലോ, വലിയ എറുമ്പിനെ കിട്ടിയാൽ തറക്കടില്ല, 4 ഓവർ നോക്കാം. ഇതാണ് നമ്മുടെ ജനറൽ നോളജിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇൽമ് എന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ള ഇൽമ, അത് കുറച്ച് മതി. നമ്മൾ അനാവശ്യമായ ഇൽമിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, അല്ലെ? നമ്മുടെ മുൻഗാമികളായ ആളുകള് ഒരു 10 കിതാബുണ്ട് പള്ളി ദർസിലൊക്കെ ഓതുന്ന, ഒരു 10 കിതാബ് ഓതിയാൽ അത്യാവശ്യം ഏറെക്കുറൊക്കെ ആയി. കാരണം ഒരു മുഅ്മിനിന് അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ അതിലുണ്ട്. വിശ്വാസ കാര്യങ്ങൾ അതിലുണ്ട്, കർമ്മ കാര്യങ്ങളുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കും മുത്തഫരിദും വേണ്ട, 10 കിതാബും വേണ്ട, അല്ലെ? നൂറുൽ അബ്സാറും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോഴൊക്കെ പുതിയ എല്ലാവർക്കും, ഏത് കുട്ടികൾക്കും ഏത് ചെറുപ്പക്കാർക്കും അവർക്കൊക്കെ നേരെ ഖുർആൻ പരിഭാഷ വേണം, നേരെ ബുഖാരിയുടെ പരിഭാഷ വേണം. ഈ തരത്തിലേക്ക് നമ്മുടെ ആളുകളെ എത്തിച്ചു. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമുക്ക് ആ അത്യാവശ്യമുള്ളത്. അതിനപ്പുറം നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് വെറുതെ അനാവശ്യമായ കൺഫ്യൂഷനുകൾ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാന്മാര് പഠിപ്പിക്കുന്നു, ബിൽ അദബി തതഫഹമുൽ ഇൽമ്. അദബ് കൊണ്ടാണ് ഇൽമുണ്ടാവുക, അദബ് കൊണ്ടാണ് ഇൽമുണ്ടാവുക. മഹാന്മാരായ മുൻഗാമികൾ അങ്ങനെ ചെയ്തു. അതന്നെയാണ് നിലനിന്ന ഇൽമ്, നാഫിയായ ഇൽമ്. കേരളത്തിലെ ഉലമാക്കളൊക്കെ തലകെട്ടുന്നുണ്ട്. തലകെട്ടാൻ എവിടെ ബുഖാരിയിൽ ഖുർആനിൽ തെളിവുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തലകെട്ടിന് എന്താ തെളിവ്? നമുക്ക് ഈ തലകെട്ട് പട്ടിക്കാട് നിന്ന് കെട്ടി തന്നതാ. സനത് വാങ്ങി വരുമ്പോൾ ഒരു കെട്ട് നമുക്ക് തന്നു. നമ്മുടെ ഉസ്താദുമാർ കെട്ടിയിട്ടുണ്ട്. അതിന്റെ മുമ്പുള്ള ഉസ്താദുമാരൊക്കെ എന്തായിട്ടുണ്ട്? ഇങ്ങനെ തലകെട്ട് കെട്ടി. അതന്നെയാണ് ഈ തെളിവ്. അല്ലാതെ തലപ്പാവ് കെട്ടാണെന്നുള്ളതിന് തെളിവ് ബുഖാരിയിലുണ്ടോ ഖുർആനിലോ നോക്കേണ്ട ആവശ്യമില്ല. വെള്ള വസ്ത്രം ധരിക്കാൻ അത് എവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഏത് കാര്യത്തിന്റെയും ഇൽമ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിസ്കാരം തന്നെ നിങ്ങൾ ചിന്തിക്കും. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പുസ്തകം നോക്കിയിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയും? ഒരിക്കലും കഴിയൂല. നമ്മൾ നിസ്കാരം നമുക്ക് പഠിഞ്ഞത് എങ്ങനെയാണ്? ഉമ്മ നിസ്കരിക്കുന്നുണ്ട് പഠിഞ്ഞതാ. വീട്ടുകാർ നിസ്കരിക്കണ്ട നമ്മൾ നിസ്കാരം പഠിച്ചത്. അത് ചിലപ്പോ സുജൂദൊക്കെ തലകുത്തി മറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, അല്ലെ? ആദ്യം മട കൂടെ നിസ്കരിക്കുമ്പോ, കാരണം നെറ്റിയല്ല കുത്ത, തല നുറുതല കുത്തുന്നിട്ട് ഇങ്ങനെ പിന്നിലൊക്കെ നോക്കി ചിലപ്പോ ഒരൊറ്റ മറിച്ചില്ല, അങ്ങനെയൊക്കെ മറിഞ്ഞിട്ട് ആദ്യത്തെ സുജൂദൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ നിസ്കാരം പഠിച്ചത് എങ്ങനെയാണ്? നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും പുസ്തകം നോക്കി നിസ്കാര കണക്ക് നോക്കി പഠിച്ചതല്ല. നിസ്കാരം പഠിച്ചത് എങ്ങനെ? ഉമ്മ നിസ്കരിക്കണം കണ്ടിട്ടാണ് നിസ്കാരം പഠിച്ചത്. പിന്നെ നമ്മൾ മദ്രസയിൽ പഠിച്ചപ്പോ ഫർദും ഷർത്തൊക്കെ പഠിച്ച് അതിന്റെ കുറ്റക്കുറവൊക്കെ തീർത്തു എന്ന് മാത്രം. ഒതുണ്ടാക്കാൻ എങ്ങനെ പഠിയാ? ഒരാൾ പുസ്തകം വെച്ച് ഒതുണ്ടാക്കാൻ പഠിയോ? ഇത് ഒതുണ്ടാക്കുന്നത് കണ്ടുപഠിക്കലുണ്ട്, കാണുക. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു ഇത്തിബാ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉമ്മാനെ പിൻപറ്റി, ഉമ്മാന്റെ ഉമ്മാനെ പിൻപറ്റി, അല്ലെങ്കിൽ അങ്ങനെ അവരൊക്കെ അങ്ങനെ പഠിച്ചു. പിന്നെ തെറ്റുകൾ കടന്നുകൂടും, അതൊക്കെ തീർക്കാം. അപ്പൊ ഇത്തിബാ ഇങ്ങനെ പിൻപറ്റി പോകുന്നതാണ് ദീനിന്റെ എല്ലാ കാര്യങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കേവലം തത്വങ്ങളും തത്വശാസ്ത്രങ്ങളും അല്ല. അപ്പൊ മഹാന്മാരായ ഉസ്താദുമാര് അവര് ചെയ്തു, അത് നമ്മൾ കണ്ടു. അങ്ങനെ അവരെ പിൻപറ്റി വന്നതാണ് ദീൻ. അവരെ സ്നേഹിച്ചു, അവരെ ഇഷ്ടപ്പെട്ടു, അവരെ ചെയ്തതിനെ അംഗീകരിച്ചു, അവര് പറഞ്ഞതിനെ അംഗീകരിച്ചു, അവരോട് വല്ലാത്ത അദബ് പാലിച്ചു. ആ അദബ് പാലിക്കുമ്പോഴാണ് ഇൽമുണ്ടാവുക. അങ്ങനെ ഇൽമു നേടിയാലാണ് അമല് നന്നാവുക. മനസ്സിലാകുണ്ടോ? അതായത് അദബോടുകൂടെ ഉസ്താദുമാരൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് ഇൽമു നേടുമ്പോ ആ ഇൽമു കൊണ്ടാണ് അമല് നന്നാവുക. ആ അമല് നന്നായാൽ വബിൽ അമലി, ആ അമല് കൊണ്ടാണ്, പഠിച്ചതനുസരിച്ച് അമല് ചെയ്യുമ്പോഴാണ് തനാലുൽ ഹിക്മ, ഹിക്മത്ത് ഉണ്ടാവുക. വബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ടാണ് തഫ്ഹമു സുഹദ്, സുഹദ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുക. സുഹദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുക ഹിക്മത്ത് ഉണ്ടാകുമ്പോഴാണ്. വബിൽ സുഹദ്, സുഹദ് ഉണ്ടാകുമ്പോഴാണ് തത്റുഖു ദുനിയ, ദുനിയാവിനോടുള്ള ബന്ധം അവസാനിപ്പിക്കുക, ദുനിയാവിനെ ഉപേക്ഷിക്കുക. വതറഗബു ഫിൽ ആഖിറ, ആഖിറത്തിൽ ആഗ്രഹം ഉണ്ടാവുക. വബിദാലിക, അതുകൊണ്ടാണ് തനാലു റിളല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് നിനക്ക് എത്താൻ കഴിയുക എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഏറ്റവും വലിയ പ്രാധാന്യം അതിനൊക്കെ പഠിപ്പിച്ചവർ മഹാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിൻപറ്റാനും ഇഷ്ടപ്പെടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഇനി നമ്മളൊരു കാര്യം ചിന്തിക്കണം.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തോ ഇല്ലേ എന്ന് നോക്കിയല്ല. അല്ലെ, ഇന്നിപ്പോ പല ആളുകളുടെ രീതി അതാ, ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം കേട്ടാല് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ, റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ എന്നതാണ്. അതാണോ മാനദണ്ഡം? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മഹാനവർ ഇദാ അംസാ യഖൂലു, ചില ദിവസം വൈകുന്നേരം ആയാൽ പറയും, ഹാദിഹി ലൈലത്തുർ റുകൂ, ഇത് റുക്കൂവിന്റെ രാത്രിയാണ് എന്ന് പറയും, ഇത് റുക്കൂവിന്റെ രാത്രി. അങ്ങനെ മഹാനവറുകൾ ഫയർക്കഉ, റുക്കൂ ചെയ്യും, ഹത്താ യുസ്ബിഹ, നേരം വെളുക്കോളം റുക്കൂ. എങ്ങനെ മനസ്സിലായില്ല? നിസ്കരിക്കാൻ വേണ്ടി ചില ദിവസം രാത്രി, ഇന്ന് റുക്കൂവിന്റെ രാത്രിയാണ് എന്ന് പറയും, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയാല് അന്നത്തെ നിസ്കാരത്തിൽ റുക്കൂ അങ്ങോട്ട് നീട്ടും, ഭയങ്കര റുക്കൂ, നീണ്ട റുക്കൂ, നേരം വെളുക്കോളം റുക്കൂയിൽ തന്നെ. പിന്നെ ആ നേരം വെളുക്കാൻ നേരത്താണ് സമിഅല്ലാഹു ലിമൻ ഹമിദ, പിന്നെ സുജൂദൊക്കെ ചെയ്ത് അങ്ങനെ സലാം വീട്ടണം. റുക്കൂയിലെ ഭയങ്കര നേരം വെളുക്കോളം റുക്കൂ. നമ്മള് ശ്രദ്ധിക്കുക, നമ്മൾ തസ്ബീഹ് നിസ്കാരത്തിൽ ഒരു 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ റുക്കൂയിൽ ഒന്ന് തസ്ബീഹ് നിസ്കാരത്തിൽ പറയുമ്പോൾ തന്നെ നമ്മളെന്തായി, ഊരവേദന മുട്ടുവേദനയായി, നമ്മളപ്പോഴത്തിന് ഇല്ലേ ഇടങ്ങറായി. ചിലപ്പോ പിന്നെ 10 പൂർത്തിയാക്കാതെ നമ്മൾ വേഗം, അല്ലെങ്കിൽ സ്പീഡിൽ വേഗം ചൊല്ലിട്ട് നമ്മൾ വേഗം റുക്കൂന്ന് കയറും. അല്ലേ? അല്ല, റുക്കോയില് നമുക്ക് റുക്കോയിൽ എത്ര നേരം നിൽക്കാൻ കഴിയും? വൈകുന്നേരമായി നേരം വെളുക്കോണം റുക്കോയിൽ നിൽക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയോ? അല്ല, നമ്മളെ കൊണ്ട് കഴിയോ? കഴിയാണെങ്കിൽ നല്ലത്, കഴിയോലോ. കഴിയില്ലാന്ന് പറയണ്ട, കാരണം കഴിഞ്ഞു ആർക്ക്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നേരം വെളുക്കോളം റുക്കോയിൽ തന്നെ. ചില ദിവസം മഹാനവറുകൾ പറയും, വകാന ഇദാ അംസാ യഖൂലു ഹാദിഹി ലൈലത്തു സുജൂദ്, ഇത് സുജൂദിന്റെ രാത്രിയാണെന്ന്. അങ്ങനെ യസ്ജുദു ഹത്താ യുസ്ബിഹ, നേരം വെളുക്കോളം തന്നെ സുജൂദൻ. ഇത് എല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തോന്ന് നോക്കിയിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട സുജൂദ് ചെയ്തിട്ടുണ്ട്, ഒറ്റ ഖിയാമില് ഖുർആൻ മുഴുവൻ ഖത്തം ഓതിയിട്ടുണ്ട്, അതൊക്കെ ശരി. പക്ഷെ ഈ മഹാന്മാർ ഇതൊക്കെ ചെയ്തത്, ഇത് ചെയ്യാലോ, ചെയ്യാൻ അനുവദിക്കപ്പെട്ടത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ചില കാര്യങ്ങള് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും. ശറഅ് അനുവദിച്ച കാര്യം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച കാര്യം, അത് മുത്തനബി ചെയ്തോ ഇല്ലേ എന്ന് നോക്കേണ്ട കാര്യമല്ല. അതൊരു പുണ്യമാണ്, അതൊരു അമലാണ് എന്ന് മനസ്സിലാക്കി മഹാന്മാര് അത് ചെയ്തു. മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വകാന ഇദാ അംസാ, വൈകുന്നേരമായി കഴിഞ്ഞാൽ, തസദ്ദഖ ബിമാ ഫീ ബൈതി മിനൽ ഫദ്ലി മിനത് തആമി വശറാബ്, നേരം പുലരാൻ വേണ്ടി നാളേക്ക് എന്ന രൂപത്തില് തിന്നാനോ കുടിക്കാനോ ഉള്ള ഒന്നും വീട്ടിൽ സൂക്ഷിച്ചു വെക്കൂല, അത് സദഖ ചെയ്തിട്ടേ മഹാനവറുകൾ എന്താവുള്ളൂ, കടന്നുറങ്ങുള്ളൂ. മനസ്സിലാവുണ്ടോ? ഭക്ഷണം കഴിച്ച് ബാക്കിയുണ്ടാവും, വെള്ളം കുടിച്ച് ബാക്കിയുണ്ടാവും, തിന്നാനുള്ള ഒരു സാധനം രാത്രി സൂക്ഷിച്ചു വെച്ചിട്ട് നേരം വെളുപ്പിക്കൂല. ആരെ? ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി. അത് മഹാനവറുടെ ഏതെങ്കിലും സാധുക്കൾ കൊണ്ടുപോയി സദഖ ചെയ്യും. എന്നിട്ട് ദുആ ചെയ്യും, റബ്ബേ അല്ലാഹുമ്മ മൻ മാത ജുഅൻ ഫലാ തുആഖിദ്നി ബിഹി, പടച്ചവനെ, ഈ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചാൽ അതിന്റെ പേരിൽ എന്നെ നീ പിടികൂടരുതേ റബ്ബേ. വമൻ മാത ഉരിയാനൻ ഫലാ തുആഖിദ്നി ബിഹി, പടച്ചവനെ, വസ്ത്രമില്ലാതെ ആരെങ്കിലും അടങ്ങറായാൽ, വസ്ത്രമില്ലാതെ ആരെങ്കിലും മരിച്ചുപോയാൽ എന്നാണ്. വസ്ത്രമില്ലാതെ മരിക്കുന്ന അർത്ഥത്തിലല്ല, പട്ടിണി കിടന്ന മരിക്കും, വസ്ത്രമില്ലെങ്കിൽ മരിക്കൊന്നുമില്ലല്ലോ. പക്ഷെ വസ്ത്രമില്ലാതെ ഒരാൾ മരിച്ചുപോയി, അയാളുടെ ആഗ്രഹമായിരുന്നു ഒരു തുണിക്കുപ്പായം കിട്ടണം, അതില്ലാതെ ആ സാധു മരിച്ചുപോയി. ആ പഴയ ഒരു കീറിയ ഒരു തുണി എടുത്ത് അങ്ങനെ മരിച്ചുപോയി. ഒരു പെരുന്നാൾക്ക് ഒരു പുതിയ തുണിക്കുപ്പായം സാധുവിന്റെ ആഗ്രഹമായിരുന്നു, അത് നടപ്പാകാതെ മരിച്ചുപോയി. അല്ലാഹുവേ, അതിന്റെ പേരിൽ എന്നെ പിടികൂടരുതേ എന്ന് ദുആ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. കാരണം മഹാന്മാർക്ക് പേടിയാണ്, അവരുടെ രീതി അങ്ങനെയാണ്. അങ്ങനെയുള്ള മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പല്ല് പൊട്ടിച്ചു. അത് ആരുടെ സുന്നത്താ? മുത്തനബിക്ക് ഉഹദിലെ മുൻപല്ല് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ ഉവൈസുൽ ഖർനി തങ്ങൾ എന്തായി? പല്ല് കുത്തിപ്പൊട്ടിച്ചു. അത് മുത്തനബിയുടെ സുന്നത്താണോ? അല്ലെങ്കിൽ സ്വഹാബത്ത് ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചതാണോ? അത് ഉവൈസുൽ ഖർനി സ്വയം ഈമാൻ കൊണ്ട് മഹബത്ത് കൊണ്ട് ചെയ്തതാ. ആ ഈമാൻ കൊണ്ട് മഹബത്ത് കൊണ്ട് ചെയ്തതിനെ മഹാന്മാരൊക്കെ എന്തായിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ മുമ്പ് തന്നെ ആരംഗീകരിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. ഉവൈസുൽ ഖർനി ഇനി മുത്തനബി വഫാത്തായി പോയാലും ഉവൈസുൽ ഖർനി ഇനി ചെയ്യുന്നതും എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെട്ടതാ. മനസ്സിലായില്ല? അപ്പൊ ഉവൈസുൽ ഖർനി തങ്ങൾ ഒരു കാര്യം ചെയ്താൽ അത് നല്ലതാ. ആ വലിയ ആശിഖുർ റസൂൽ
മുത്തനബി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെയുള്ള സ്നേഹം കൂടുതൽ പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിൽ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, മുത്തനബിയോടുള്ള മഹബത്ത്, ആ മഹബത്ത് അങ്ങനെയുള്ള വലിയ മുഹിബ്ബീങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയുന്ന വളരെ പ്രധാനിയാണ് സയ്യിദ് താബിഈൻ റഈസു താബിഈൻ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി അൽ യമനി റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, അവരുടെയൊക്കെ സൂക്ഷ്മത എങ്ങനെയായിരുന്നു, അവരുടെയൊക്കെ ഇബാദത്ത് എങ്ങനെയായിരുന്നു, അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ പേര് പറയാൻ നമുക്ക് യോഗ്യത ഉണ്ടോ എന്നിട്ടല്ലേ അവരെ വിമർശിക്കൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ വന്ന് ചോദിച്ചു, മഹാനവറുകളെ, അന്ത അക്ബറു അവിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ നബിയാണോ വലിയത് എന്ന് ചോദിച്ചു. നിങ്ങളാണോ നബിയാണോ ചോദിച്ച ആൾ ഉദ്ദേശത്തിൽ പ്രായം കൊണ്ട് മൂത്തത് ആരാന്ന് ചോദിച്ചതാ. മനസ്സിലാകുണ്ടോ? ആർക്കാണ് കൂടുക, ആരാണ് വലിയ ആളെന്ന് ചോദിച്ചതാണ്. നിങ്ങളാണോ നബിയാണോ വലിയ ആളെന്ന് ചോദിച്ചു. എന്താ ചോദ്യം? അബ്ബാസ് ചോദിച്ചത് നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, രണ്ടാളെ കാണുമ്പോ പിന്നെ നിങ്ങൾക്കാ മുപ്പർക്കാ കൂടുക അല്ലെ എന്ന് ചോദിക്കൂലെ എന്ന ചോദ്യം ചോദിച്ചതാ. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ച അന്താ അക്ബറു അവിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ നബിയാണോ വലിയ ആള് എന്ന് ചോദിച്ചു. അപ്പൊ മഹാനവൾ മറുപടി പറഞ്ഞു, ഹുവ അക്ബറു, നബിയാണ് വലിയ ആള്, പക്ഷെ വാന ഒലിത്തു ഖബലഹു, പക്ഷെ നബിക്ക് മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? വലിയ ആൾ ആരാണ്? നിങ്ങളാണോ നബിയാണോ വലിയ ആള്? പ്രായം കൊണ്ട് ചോദ്യം അതാ. പക്ഷെ ഞാനാണ് വലുതെന്ന് പറയാൻ മൂപ്പർക്ക് എന്തില്ല. സത്യത്തിൽ വലിയ ആൾ ആരാ? പ്രായം കൊണ്ട് വലിയ ആള് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിയ ആള് ഹുവ അക്ബർ, നബിയാണ് വലിയ ആള്, പക്ഷേ അന ഒലിത്തു ഖബലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തായിട്ടുണ്ട്? ജനിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ ചോദ്യകർത്താവിന് കാര്യം മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ആ വാക്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനം, ആദരവ് എന്താവും ചെയ്തു? കാത്തു സൂക്ഷിക്കുകയും. അങ്ങനെ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച ആളുകളാണ് സ്വഹാബിമാര്. നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ലൗ അതൈതൽ മദീന, നിങ്ങൾ മദീനത്ത് ചെന്നിട്ട് ഫഇൻ ഖലല്ലാഹു മൗതൻ ഫീഹാ, ആ മദീനത്താണ് നിങ്ങൾക്ക് അല്ലാഹു മരണം കണക്കാക്കിയതെങ്കിൽ മദീനത്ത് വെച്ച് നിങ്ങൾ മരിച്ചു. ഇപ്പൊ നിങ്ങൾ ആരാ? അമീറുൽ മുഅ്മിനീന അല്ലേ? ചിന്തിക്കണം. രണ്ടാം ഉമർ എന്ന ലോകത്തറിയപ്പെട്ട മഹാനാണ്, ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അങ്ങ് മഹാനവറുകളെ, അങ്ങ് മദീനത്തായാൽ, മദീനത്ത് വെച്ച് അങ്ങ് മരണപ്പെട്ടാൽ, മദീനത്ത് അങ്ങ് ഖബറടക്കം ചെയ്യുകയാണെങ്കിൽ ഫഇൻ ഖലല്ലാഹു മൗതൻ ഫീ മൗദിൽ ഖബരി റാബിഇ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ആ പരിശുദ്ധമായ ഉദറത്ത് ശരീഫിന്റെ ഉള്ളില് നാലാമത്തെ ഖബറാളിയായി നിങ്ങൾക്ക് സ്ഥാനം കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. എങ്ങനെ? നിങ്ങൾ മദീനത്ത് വെച്ച് മരിച്ച് നിങ്ങൾക്ക് ഖബർ ഒരുക്കുന്നത് നാലാമനായ ഹുജ്റത്തു ശരീഫിന്റെ ഉള്ളില് അവിടെയാണ് ഖബർ ഒരുക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വല്ലാഹി, രാജാതിരാജനായ റബ്ബാണ് സത്യം, ലാ യുഅദ്ദിബനി അല്ലാഹു ബിഗൈരിൻ നാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കലാണ്, നരകത്തിലിട്ടല്ലാത്ത ശിക്ഷ എന്നെ ശിക്ഷിക്കലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മിൻ അയ്യഅലമ മിൻ ഖൽബി അന്നി അറാനി ലിദാലിക അഹ്ല, ഞാൻ അതിന് അർഹനാണ് എന്ന് എന്റെ മനസ്സിൽ തോന്നുന്നതിനേക്കാൾ, മനസ്സിലായില്ല, എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇന്ന അല്ലാഹു ശിക്ഷിക്കലാണ്. എങ്ങനെ? അവിടെ പോയി കിടക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. മനസ്സിലായില്ല? അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലാക്കാനായി പറയുന്നത്. അവിടെ പോയി കിടക്കാൻ ആർക്കാ മോഹമില്ലാതിരിക്കുക? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് അവിടെ സ്ഥാനം കിട്ടുകയാണെങ്കിൽ മോഹല്ലേ? പക്ഷെ റബ്ബിന്റെ തീരുമാനമല്ല, അത് വേറെ കാര്യം. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് പോലും അവിടെ സ്ഥാനം കിട്ടിയില്ല. എവിടെ പോയി? ജന്നത്തുൽ ബഖീലാണ് കിടക്കുന്നത് അല്ലേ?
കാരണം ഇവിടെ നാലാമനായി വരാനുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമാണ്. അപ്പൊ അവൾ ആഗ്രഹിച്ചിട്ട് മുത്തനെ ഇവിടെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചൂടെ? അത് ആഗ്രഹിക്കാലോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കുന്നത് പോലെ കിടക്കാൻ മദീന മുനവ്വറയിലേക്ക് ഖബറിൽ നിന്ന് കവാടം തുറക്കപ്പെടും മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കുന്നത് പോലെയായി. സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് മദീനത്തിൽ നിന്ന് ഖബറിടത്തിലേക്ക് കവാടം തുറക്കപ്പെടും. അൽഹംദുലില്ലാഹ്, റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആഗ്രഹിക്കാലോ. അപ്പൊ ഉമർ എനിക്ക് ആയിക്കോട്ടെ, കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലതാണ് നല്ല പറഞ്ഞത്. പക്ഷെ പറയാണ്, എനിക്ക് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലൂടെ ശിക്ഷിക്കാന്ന് പറയാനും പറ്റൂല. അപ്പൊ അല്ലാഹ് എന്നെ ശിക്ഷിക്കലാണ് എനിക്ക് എന്തിനേക്കാൾ പോയി കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം. നല്ല മനസ്സിലായില്ല. ഞാൻ അവിടെ പോയി കിടക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അല്ലാഹ് എന്നെ ശിക്ഷിക്കലാണെന്നല്ല പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ പോയി കിടക്കാൻ യോഗ്യനാണ് എന്ന് എന്റെ ഖൽബില് എനിക്ക് തോന്നുന്നതിനേക്കാൾ, അങ്ങനെ തോന്നിയാൽ ഞാൻ ആരായി? വണ്ണം വെച്ചില്ലേ? ഞാൻ വലിയ ആളെന്ന് എനിക്ക് തോന്നിയില്ലേ? അപ്പൊ അതിനേക്കാൾ എനിക്ക് ഖൈർ അല്ലാഹു എന്നെ എന്താവലാണ്? ശിക്ഷിക്കലാണ്. അല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് പോകുകയാണെങ്കിൽ കൂടെ പോകുന്ന ആളുകള് പരമാവധി അവർ വാഹനപ്പുറത്ത് പോലും അവർ നടക്കുക ചെയ്യുക. ഇനി വാഹനത്തിൽ പോകാണെങ്കിൽ തന്നെ റസൂലുള്ളാഹിന്റെ പിന്നിലെ എന്താവുള്ളൂ? അവർ പോവുള്ളൂ. മനസ്സിലാവുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ഉയർന്ന കട്ടിലിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും എവിടെ ഇരിക്കുള്ളൂ? നിലത്തെ ഇരിക്കുള്ളൂ. റസൂലുള്ളാഹിന്റെ അടുത്ത കട്ടുമ പോയിരുന്ന അതിന്റെ ബർക്കത്ത് കിട്ടൂലേ? അങ്ങനെ ഒരാൾക്ക് ചിന്തിച്ചൂടെ? റസൂലുള്ളാഹി അങ്ങനെ കട്ടുമ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് പോയി അതേപോലെ ഇങ്ങനെ ഇരുന്ന റസൂലുള്ളാഹിന്റെ ചേർന്നിരുന്ന അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയല്ല, അവിടുന്ന് ഒഴിഞ്ഞിരിക്കുക. അതാണ് ബഹുമാനം. മനസ്സിലാവുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചിന്തിച്ചത് അതാണ്. എനിക്കങ്ങനെ തോന്നാൻ പോലും പാടില്ല. ഞാൻ അവിടെ പോയി കിടക്കേണ്ട, ഞാൻ അകലം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, മഹാന്മാരായ സ്വഹാബിമാരിൽ നിന്ന് അകലം പാലിക്കേണ്ടവനാണ് ഞാന് എന്ന ആ ഒരു ബോധം, ആ ഒരു അദബ് എന്റെ ഖൽബിൽ ഉണ്ടാവണം എന്ന് മോഹിച്ചു, ആഗ്രഹിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് അപ്പോൾ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം, അള്ളാന്റെ റസൂലിനെ, മഹാന്മാരെ, സ്വഹാബിമാരെ ബഹുമാനിക്കേണ്ടവരെ, ആദരിക്കേണ്ടവരെ അങ്ങേയറ്റം ആദരിക്കണം, ബഹുമാനിക്കണം. അവരോടുള്ള ബന്ധമുണ്ടാവണം, അവരുടെ ഇഷ്ടം നേടണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക്. പടച്ചവനെ, നിന്നോടുള്ള മഹബ്ബത്ത്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടജനങ്ങളോടുള്ള മഹബ്ബത്ത്. പടച്ചവനെ, നിന്റെ ഇഷ്ടത്തിലേക്ക് എത്തിക്കുന്ന സൽക്കർമ്മങ്ങളോടുള്ള മഹബ്ബത്ത് അത് വേണം. ആ മഹബ്ബത്ത് ഉണ്ടാവാൻ വേണ്ടി, ആ ബന്ധം ഉണ്ടാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യങ്ങളിൽ ഒന്നായി നിശ്ചയിച്ചത് തന്നെ. എന്ത്? അംബിയാ മുർസലങ്ങളെ കൊണ്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത്. നമ്മൾ അവരെ അറിയണം, അവരെ ഇഷ്ടപ്പെടണം. മലായിക്കത്തിനെ കൊണ്ട് വിശ്വസിക്കണം. അല്ലെ? ചില മലക്കളൊക്കെ പേരറിഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിക്കണം. 10 മലക്കുകളെ നമ്മൾ അറിയണം, അവരുടെ പേരും അവരുടെ ജോലിയൊക്കെ അറിയണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആളുകളെ അവരെ അറിയാനും അവരെ ഇഷ്ടപ്പെടാനും അത് ചില കാര്യങ്ങൾ നിർബന്ധമാക്കി, ചില കാര്യങ്ങൾ സുന്നത്താക്കി, ചില കാര്യങ്ങൾ നമുക്ക് പാപം പൊറുപ്പിക്കാൻ കാരണമാക്കി. സജ്ജന സമ്പർക്കം എന്നത് നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനമാണ്. സ്വാലിഹീങ്ങളുടെ വഴിയല്ലാതെ ഒരു വഴി അത് ദീനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ശൈഖുന പറപ്പൂർ ഉസ്താദ് ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. മഹാനവറുകൾ വന്നാൽ പിന്നെ വളരെ പെട്ടെന്ന് ദുആ ചെയ്തു പോവുകയാണ് ചെയ്യുക. നമുക്കൊക്കെ അറിയാം, ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ട്, അത് നമുക്കൊക്കെ അറിയാം. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. എന്നാലും മഹാനവറുകൾ എല്ലാ റമളാനിലും നമ്മളെ മജ്‌ലിസിലേക്ക് വരാറുണ്ട്. സാധാരണ അങ്ങനെ സദസ്സുകളിലേക്കൊന്നും പോകുന്നയാളല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഈ നാടിനോടും നമ്മളോടൊക്കെ ഉള്ള ബന്ധം കൊണ്ട്, കാരണം നമ്മൾ പല ആളുകളും ഈ പരിസരത്തു നിന്നൊക്കെ മഹാനായ ശൈഖുനയോട് ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ എത്രയോ ഒരു വിഷമം വന്നാൽ ഓടിച്ചെല്ലാൻ
നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, പ്രയാസങ്ങൾ പറയാൻ. അത് പറയുമ്പോൾ പരിഹാരം നിർദ്ദേശിച്ചാൽ അതുകൊണ്ട് ഗുണങ്ങൾ കിട്ടുന്ന അല്ലേ, അങ്ങനെയുള്ള മഹത്തുക്കൾ. അതൊക്കെ എത്ര അനുഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാലോ. നമുക്കൊക്കെ തന്നെ എത്ര അനുഭവം ഉണ്ടായിട്ട്. ഇപ്പൊ എനിക്ക് തന്നെ 2-3 അനുഭവങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകളോട് ഒരു കാര്യം ചെന്ന് പറഞ്ഞ് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തന്ന് ആ പരിഹാരം നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മരുന്നാവും, ചിലപ്പോൾ എന്തെങ്കിലും ചെല്ലാനാവും, പറയാനാവും, അതിൽ ചിലപ്പോൾ ഒരു വാക്ക് മാത്രമാവും. അത് വളരെ റാഹത്തായി അത് നടക്കാറുണ്ട്. അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഇനി എണ്ണത്തിൽ വളരെ കുറഞ്ഞു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ഒരു പാറിപ്പറഞ്ഞ ഒരു ജഗബൊക ദുആ നടത്തുന്ന ആളല്ല ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ അല്ലേ. നമുക്കൊക്കെ ദുആ ഒന്ന് മനസ്സിൽ സംതൃപ്തി ആവണമെങ്കിൽ അത് മലയാളത്തിലൊക്കെ ദ്വാരക്കണം, എല്ലാ കാര്യങ്ങളും ഓരോന്നും എണ്ണി പറയണം. നമുക്ക് മനസ്സിൽ അത് നമുക്കൊരു ഖുശൂ വരാനും ഈമാൻ വരാനൊക്കെ നല്ലതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളങ്ങനെ ദ്വാരക്കും അല്ലെ, നമ്മളൊക്കെ അങ്ങനെ ദ്വാരക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അപ്പുട്ടി ഉസ്താദ് ഇൻഷാല്ലാഹ് ഒരു ഫാത്തിഹ ഓതി ഒരു ദുആ നടത്തും. അത് ചിലപ്പോൾ ശബ്ദം കുറവായിരിക്കും, പക്ഷേ അത് ഒരു വാക്ക്, ഒരു ദുആ നമുക്ക് കിട്ടിയാൽ അത് മതി. അത് മതിയല്ലോ. മഹാന്മാരുടെ ഒരു വാക്കിൽ ഉൾപ്പെട്ട് കിട്ടിയാൽ മതിയല്ലോ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവർ അള്ളാഹുവിൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അത് കുറുക്ക് കൊള്ളും. അതൊക്കെ കൊണ്ടാൽ മതിയല്ലോ. അത് മലയാളത്തിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ. ചില മഹാന്മാര് അവരെന്താണ് പറഞ്ഞതെന്നൊന്നും മനസ്സിലാവില്ല. ബിലാൽ ഔലിയപ്പാവാനോട് ആളുകള് ചെന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? മഴല്ല, വെള്ളല്ല. അപ്പൊ മഹാനവരോട് പറഞ്ഞു, മഹാനവരോട് ഞാൻ വരാന്ന് പറഞ്ഞു. ചെന്നു. എന്നിട്ട് ആൾക്കാരെ കൂട്ടി ദിക്റെല്ലാം തുടങ്ങി. എന്താ ദിക്റ്? വാഴത്തോട്ടം ഇല്ലല്ലാ, വാഴത്തോട്ടം ഇല്ലല്ലാ, തെങ്ങും തോട്ടം ഇല്ലല്ലാ, തെങ്ങും തോട്ടം ഇല്ലല്ലാ. ഇതാർക്ക് കളിയാക്കാം? വഹാബിക്കത് കളിയാക്കാം. എന്താ വാഴത്തോട്ടം ഇല്ലല്ലാ, തെങ്ങും തോട്ടം ഇല്ലല്ലാ, കവുങ്ങും തോട്ടം ഇല്ലല്ലാ. സംഗതി മഴ കണ്ട് പെയ്തു, മഴ കണ്ട് പെയ്തു. പിന്നെ ഈ വഹാബി വിമർശനം എന്താ കാര്യം? പിന്നെ ഇത് പരിശോധിക്കുക. എന്താ വാഴത്തോട്ടം ഇല്ലെന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? അതിന്റെ പിന്നെ അത് അറബിയാണോ മലയാളമാണോ? സൗദി അറബി ഉണ്ടോ, സൗദി മലയാളോ? എന്തിനു ബേജാറാവണോ? ഇവിടെ അള്ളാഹുവിന്റെ ഒരു വലിയ എന്തായി, അള്ളാഹുവിൽ ഒരു കാര്യം പറഞ്ഞു, എന്തായി? മഴ പെയ്തു. മഹാന്മാര് ചിലപ്പോ എന്താ വേണ്ട? ദോർക്കും വേണ്ട അല്ലേ. മഹാന്മാരായ ആളുകള് എന്താവും വേണ്ട? ചിലപ്പോൾ ദുആ ചെയ്യും വേണ്ട. ചില മഹാന്മാർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ പിതാമഹൻ പുതുപ്പറമ്പില് ളുഹർ നിസ്കാരം കഴിഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദ്വാരുന്നു. അസറായി, അസർ ബാങ്ക് വിളിച്ചു. അസർ ബാങ്ക് വിളിച്ചു. സാധാരണ 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് അല്ലേ, ഇക്കാമത്തിന് സമയമാവും. അന്ന് ഇക്കാമത്തിന്റെ സമയമായപ്പോഴും മൂപ്പര ഹൗദുങ്കരൊക്കെ ഇരിക്കുക. ആര്? ഇമാമ് കണ്ട ആള്. എല്ലാവർക്കും പേടിയാണ്, മുക്കരിക്കും നാട്ടിൽക്കൊക്കെ പേടിയാ. നമ്മളിപ്പോഴാണെങ്കിലോ അല്ല, ഇക്കാമത്തോട് കണ്ട സമയമായി. ഹത്തീബിനെ കാണാൻ എവിടെ ഹത്തീബ് എന്ന് വെച്ചിട്ട് ഞങ്ങളൊക്കെ നേരത്തെ നിന്ന് എവിടെ ഹത്തീബ് ഇപ്പൊ പിരിച്ചിടുന്നുണ്ട്, ആകെ ബഹളാവൂലേ സമയത്ത് ഹത്തീബ് മുമ്പിലില്ലെങ്കിൽ. എല്ലാവർക്കും പേടിയാ. അത് 15-20 മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞു. മൂപ്പര ഹൗദുങ്കരൊക്കെ ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു പേടി, ആർക്ക് ചെന്ന് പറയാനും പേടി, നിസ്കരിക്കണ്ടേ. എല്ലാരും പാടെ ചട്ടം കെട്ടി മുക്കറിനെ പറഞ്ഞു. നിങ്ങൾ ചെന്ന് നോക്കി. മുക്കരിങ്ങനെ ബഹുമാനത്തിന് തലക്ക് ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് വന്നാല് നമുക്കണ്ട് നിസ്കരിക്കാറുന്നു എന്ന് പറഞ്ഞു, ശബ്ദം താഴ്ത്തിയിട്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ ലൊഹർക്ക് ചോദിച്ചത് കിട്ടിയിട്ടില്ല എന്ന്. ലൊഹർക്ക് ചോദിച്ചത് കിട്ടിയാലേ ഇപ്പൊ ഇതിനെ നീക്കുള്ളൂ. അപ്പൊ ആ ഹൗലുംകാര പഴയ കാലത്തുള്ള നിലത്തുള്ള ഹൗല്, മുകളിൽ നിന്ന് മഴ പെയ്ത വെള്ളം ചാടുന്ന ഹൗല്, ഇതങ്ങോട്ട് പറഞ്ഞു. മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തിട്ട് ആ മഴ പെയ്ത വെള്ളത്തിൽ നിന്ന് ഒതുണ്ടാക്കിയിട്ടാണ് പിന്നെന്തായത്? ഒന്ന് അസ്ർ നിസ്കരിച്ചത്. മനസ്സിലാവുണ്ടോ? അപ്പൊ മഹാന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ. അവരൊക്കെ അവരുടെ മുൻഗാമികളിൽ നിന്ന്, മഹാനായ ശൈഖുനാ പറപ്പൂർ ഉസ്താദൊക്കെ അവരുടെ മഹാന്മാരായ അവരുടെ പ്രിയപ്പെട്ട പിതാവ്, ഉപ്പ, ബഹുമാനപ്പെട്ടവർ, അവര് ഒക്കെ വലിയ മഹാനായ, നമ്മുടെ നാടുകളിലൊക്കെ പല മുൻഗാമികൾക്കൊക്കെ പരിചയമുള്ള വലിയ മഹാനായ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുആ ചെയ്ത് നമുക്ക് മഹാനവരോടൊന്ന് മുസാഫഹത്ത് ചെയ്ത് അത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വന്ന ഒരുപാട് ആളുകൾ പർപ്പൂർ ഉസ്താദിനൊന്ന് കാണുക എന്നുള്ള നിലക്ക് വന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ കാണാനും സന്തോഷിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊക്കെയുള്ള മഹബത്ത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള അവര് മുഖേനുള്ള ഒരു വഴിയായി അല്ലാഹു നമുക്കൊക്കെ തുറന്നു തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ അവരെത്തും. അതിനു മുമ്പ് നമുക്ക് ഒരല്പം ഇസ്തിഗ്ഫാർ ദിക്റുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ഉസ്താദ് വന്നാൽ പിന്നെ കൂടുതൽ ദിക്ർ ചൊല്ലാനൊന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. നമുക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമുക്കറിയാം പതിവ് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിപ്പണിക്കും അതേപോലെ ദർസിനും അതേപോലെ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് അവർക്കൊരു ഹദിയായി കൊടുത്തവരും അതേപോലെ നമ്മുടെ ബദരീങ്ങൾ ആണ്ടിന് കൊടുത്തവരും നോമ്പ് തുറക്ക് കൊടുത്തവരും ഒക്കെ ഇവിടത്തുമായി ബന്ധപ്പെട്ട് സദഖ ചെയ്ത ആളുകൾ, അതേപോലെ നമ്മളൊക്കെ പല രൂപത്തിൽ നമ്മുടെ നാടുകളിലും മദ്രസകൾക്കും ദീനി കാര്യങ്ങൾക്കും പാവങ്ങൾക്കും ഒക്കെ സദഖ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് മൊത്തത്തിൽ ഓരോന്നും നമുക്ക് എണ്ണി എണ്ണി പറയാനൊന്നും കഴിയില്ലല്ലോ. പക്ഷെ എന്നാലും ഓരോന്നും നമ്മൾ ഓർത്തുകൊണ്ടും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടും അവരെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇന്ന് ഒരല്പം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കുറച്ച് ബാക്കി, വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഇനിയുള്ളൂ. നമുക്ക് ഒരു പതിവുണ്ട്, മറ്റന്നാൾ ഖത്തം ദുആ നടക്കേണ്ടതാണ്. മറ്റന്നാൾ നമുക്കിവിടെ ഖത്തം ദുആ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് അദ്ദേഹം എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് നല്ലൊരു അവസരമാണ്. പല ആളുകളും എന്നാണ് സമദ് സാഹിബ് വരിക എന്ന് ചോദിച്ച ആളുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് നല്ല മനോഹരമായ പ്രഭാഷണം അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെയാണ് അദ്ദേഹം എത്തിച്ചേരുക. അപ്പൊ എല്ലാവരും മുടങ്ങാതെ നാളെയും മറ്റന്നാളും 2 ദിവസം, പിന്നെ വെള്ളിയാഴ്ച നോമ്പുണ്ടെങ്കിൽ അൽഹംദുലില്ലാ വലിയ നിയമത്താണ്. പക്ഷെ വെള്ളിയാഴ്ച നോമ്പുണ്ടെങ്കിൽ പിന്നെ ജുമാക്ക് ശേഷം വലിയ ഒരു പ്രഭാഷണത്തിനൊന്നും പിന്നെ അവസരം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നോമ്പാണെങ്കിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് നടക്കും. യാസീനുൽ ദുആ കാര്യങ്ങളൊക്കെ അത് വെള്ളിയാഴ്ച നോമ്പാണെങ്കിലും അത് നടക്കും. കാരണം മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു സമാപന ദുആ അന്ന് നോമ്പുണ്ടെങ്കിൽ ഒരു സമാപന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ദിക്ർ ആരംഭിക്കുകയാണ്. ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله